എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. എന്റെ സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ. നാലാമത്തെ സെമസ്റ്റർ ആണ്. സ്വാഭാവികമായിട്ടും ഓക്കെ, ഒന്ന് ഫോർത്ത് സെമസ്റ്റർ ആണ്. സ്വാഭാവികമായിട്ടും നേരത്തെ പരീക്ഷ എഴുതി അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി കൃത്യമായിട്ട് അറിയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യം ഉണ്ടാവില്ല എന്നതാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ത്രൂ ഔട്ട് ഇൻ ദ സീരീസിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ പറയാം. എനിക്ക് അപ്പോൾ തന്നെ മറുപടി പറയാൻ പറ്റുന്നതാണെങ്കിൽ അപ്പോൾ തന്നെ ക്ലാരിറ്റി വരുത്താൻ പറ്റും. ഇനി അതല്ല, കുറച്ചും കൂടി സമയമെടുത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ കൺസേൺ കുറച്ചും കൂടി ഡെപ്തിലുള്ളതാണെങ്കിൽ എനിക്ക് റെഫർ ചെയ്തിട്ട് പറയാൻ പറ്റും. സോ അധികം മുഷിപ്പിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് സെമസ്റ്ററിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് എന്ന് പറയപ്പെടാവുന്ന ഒരു സബ്ജക്റ്റ് ആണ് നോളജ് ആൻഡ് കരിക്കുലം എന്ന് പറയുന്നത്. നിലവിൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ എഡ്യൂക്കേഷൻ ഡൊമൈനിൽ എൻഗേജ് ചെയ്യുന്ന ആളുകൾക്ക് താരതമ്യേന ഈസിയുള്ള ഒരു ഏരിയ ആണെങ്കിൽ പോലും പുതുതായിട്ട് BEd ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, പുതുതായിട്ട് സ്കൂളിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഈ കോഴ്സിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ആളുകൾക്ക് ഈ ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ട ടോപ്പിക്കാണ്. സോ അതുകൊണ്ടാണ് നോളജ് ആൻഡ് കരിക്കുലം എന്ന് പറയുന്നത് വളരെ തിയറിറ്റിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കരിക്കുലം ആണ്, തിയറിറ്റിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സാണ്. ഫോർത്ത് സെമസ്റ്ററിലെ മറ്റു ടോപ്പിക്കുകളൊക്കെ, മറ്റു കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അവിടെ ജെൻഡർ അങ്ങനെയുള്ള ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഹോളിസ്റ്റിക്കലി നോക്കുന്ന ഒരു കോഴ്സുകളാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് നോളജ് ആൻഡ് കരിക്കുലം എന്ന് പറയുന്നത്. പക്ഷെ ഇതിലേറ്റവും ഫസ്റ്റ് ചാപ്റ്റർ ആണ് കുറച്ച് നിങ്ങൾക്ക് ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ സമയം എടുക്കുക. മറ്റുള്ളതെല്ലാം ഈ ഫസ്റ്റ് ചാപ്റ്റർ ക്ലിയർ ചെയ്താൽ മറ്റുള്ള യൂണിറ്റുകളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. എന്തിനാണ് ഈ കോഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നത്? കോഴ്സിന്റെ ഒബ്ജക്റ്റീവ് വളരെ പ്രധാനമാണ്. എന്തിനാണ് നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നത് എന്നുള്ളത് വളരെ സ്പെസിഫിക്കലി സിലബസ് ഡോക്യുമെന്റിൽ തന്നെയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നോളജ് ആൻഡ് വാലിഡിറ്റി ഓഫ് നോളജ്. നോളജ് എന്ന് പറയുന്ന ഇതിനെ വളരെ ഫിലോസഫിക്കലി നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് നോളജ്? ആ നോളജിന്റെ ഡൈവേഴ്സിറ്റി എന്താണ്, അതിന്റെ ഫോംസ് എന്താണ്, അതിന്റെ ടൈപ്സ് എന്താണ്, അതാണ് ഫസ്റ്റ് യൂണിറ്റിൽ മേജർ ആയിട്ടുള്ളത്. ഫസ്റ്റ് യൂണിറ്റിൽ ചിലപ്പോൾ നമ്മൾ സമയം എടുക്കും, പക്ഷെ തുടർന്നുള്ള യൂണിറ്റുകൾ കുറച്ചും കൂടി നമുക്ക് സ്പീഡ് പോകാൻ പറ്റും. ഇപ്പൊ നോളജ് എന്ന് പറയുന്നത് നമ്മളുടെ വളരെ ബേസിക്കലി എന്താ നോളജ്? അറിവ്. അപ്പൊ എന്താണ് അറിവ്? അതിന് ഏതൊക്കെ ടൈപ്പ് അറിവുണ്ട്, ഏതൊക്കെ രൂപത്തിലാണ് അറിവ് നേടുന്നത്, അതിന്റെ നേച്ചർ എന്താണ് തുടങ്ങിയ കുറച്ച് തിയറിറ്റിക്കൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് വരുന്നതാണ് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. രണ്ട്, കരിക്കുലം എന്ന് പറയുന്ന ഒരു ബിഗ് കോൺസെപ്റ്റിലേക്ക് വരുവാണ്. കാരണം ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ആ ടീച്ചർ ക്ലാസ് റൂമിലേക്ക് പോകുന്ന സമയത്ത് നിർബന്ധമായും കരിക്കുലം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിന് വളരെ കൃത്യമായ ഉത്തരം ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതിനുശേഷം കരിക്കുലം ഫ്രെയിംവർക്ക് വന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ വളരെ ആഴത്തിലുള്ള അറിവ് ഒരു ടീച്ചറായിട്ട് പോകുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പൊ നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിലും ഒരു കരിക്കുലം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം എക്സ്പെക്റ്റഡ് ആണ്.
അപ്പൊ അത് എന്താണ് ഈ ഒരു കരിക്കുലത്തിന്റെ ഐഡിയ എന്ന് പറയുന്നത്, അതിന്റെ നേച്ചർ എങ്ങനെയാണ്, അതിന്റെ പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ്, അതാണ് ഇതിന്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് ഈ കോഴ്സിലുള്ളത്. 3, കരിക്കുലം ഡിസൈൻ ചെയ്യണം. സാധാരണ ബി എഡിൽ റെഗുലർ ആയിട്ട് പോകുന്ന ഒരു സ്കൂളിൽ ബി എഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത് കരിക്കുലം ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തി, ഒരു കോൺസെപ്റ്റ് അടിസ്ഥാനപ്പെടുത്തി ആ ടീച്ചർ ഒരു കരിക്കുലത്തെ ഡിസൈൻ ചെയ്യുന്നു. അപ്പൊ കരിക്കുലത്തെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ച ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് കരിക്കുലത്തിന്റെ ഭാഗമായിട്ടുള്ളത്, ഏതൊക്കെ അതിന്റെ ഒരു കരിക്കുലത്തിന്റെ ഫോർമേഷൻ എങ്ങനെയാണ് രൂപപ്പെടാറുള്ളത് തുടങ്ങിയ ആശയങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് കരിക്കുലം ഡിസൈൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. ഇനി ഈ കരിക്കുലം ഡെവലപ്മെന്റിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് പോകുന്ന സമയത്ത് ലെസൺ പ്ലാനിങ്, ബേസിക് ആയിട്ട് കരിക്കുലം എന്ന് പറയുന്ന ബിഗ് ഐഡിയനെ, അംബ്രലയെ എങ്ങനെയാണ് ക്ലാസ് റൂമിലേക്ക് എത്തിക്കുന്നത്, അതിന് കുറെ ലെയേഴ്സ് ഉണ്ട്. ആ ലെയേഴ്സിലൂടെ എങ്ങനെയാണ് ക്ലാസ് റൂമിലേക്ക് കരിക്കുലം ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത് എന്നതിന്റെ വ്യത്യസ്തമായ വേർഷൻസ് ആണ് തുടർന്നുള്ള യൂണിറ്റുകളിൽ പറയുന്നത്. ഓരോ ഹെഡ്ലൈൻസ് നമ്മൾ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഇതാണ് കോഴ്സിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഫസ്റ്റ് യൂണിറ്റ് നോളജ് ആൻഡ് നോയിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി തിയറിറ്റിക്കൽ നോളജ്, ഫിലോസഫിക്കലി പഠിക്കാനുള്ളത് ഈ ഫസ്റ്റ് യൂണിറ്റിൽ മാത്രമാണ്. ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ മറ്റതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒറ്റയടിക്കന്നെ പോകാൻ പറ്റുന്ന ഒരു കുറച്ച് ഐഡിയാസ് ആണ്. ഈ ഫസ്റ്റ് യൂണിറ്റിൽ തിയറിറ്റിക്കൽ എന്ന് പറയുമ്പോൾ പേടിക്കാനുള്ളതുമല്ല, വളരെ നമുക്ക് അറിയുന്നതാണ്. പക്ഷെ അതിനൊക്കെ ഒരു ടെർമിനോളജീസ് ഉണ്ട്. ഇപ്പൊ ചില ടെർമിനോളജീസ് വളരെ പ്രധാനമാണ് എഡ്യൂക്കേഷനിൽ. ആ ടെർമിനോളജീസ് ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വരിക. അപ്പൊ അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം തിങ്കിങ് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തത് കരിക്കുലം എന്താണ്, മൂന്നാമത്തത് ആ കരിക്കുലം ഡിസൈനിങ്ങിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, പിന്നെ ആ കരിക്കുലം ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായിട്ട് ഏതൊക്കെ വ്യത്യസ്തമായ ഫിലോസഫീസ് ആണ് അതിന്റെ ഭാഗമായിട്ടുള്ളത്, പിന്നെ കരിക്കുലം ഇവാലുവേഷൻ ആൻഡ് ചേഞ്ച്. ഇങ്ങനെ 5 യൂണിറ്റുകളാണ് ഈ പറയുന്ന കോഴ്സിന്റെ ഭാഗമായിട്ടുള്ളത്. സോ ലെറ്റ് us move to the first unit, knowledge and knowing. ഈ ഹെഡ്ലൈൻ കാണുന്ന സമയത്ത് ഞാൻ ഒന്ന് അഡൽട്ട്, കുറെ വലിയ ആളുകളാണ്, അതുകൊണ്ട് ഞാൻ ക്ലാസ് റൂം ഇന്ററാക്ഷൻ നമുക്ക് ഇൻ ബിറ്റ്വീൻ നടത്താം, സമയത്തിന്റെ കുറവുണ്ട്, കോൺസെപ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ട് ഞാൻ കുറെ ഇന്ററാക്ഷനിലേക്ക് പോകുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഉപയോഗിക്കാം. ഐ വിൽ ട്രൈ ടു ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. സോ നോളജ് ആൻഡ് നോയിങ് എന്ന് പറയുന്ന യൂണിറ്റിൽ വളരെ ബേസിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എന്താണ് പഠിക്കാൻ ശ്രമിക്കുന്നത് എന്ന്. ഒന്ന്, നോളജ് എന്താണ്, വളരെ ബേസിക്കലി എന്താണ് നോളജ്. ഇപ്പൊ നോളജ് എന്താണ്, ആ നോളജിന്റെ സ്റ്റൈൽ എങ്ങനെയാണ്, ഫോംസ് എങ്ങനെയാണ് ഒരാൾ പഠിക്കുന്നത്, പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏതൊക്കെ തിയറികളാണ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയതാണ് ഈ യൂണിറ്റിന്റെ അടിസ്ഥാനപരമായ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ബേസിക്കലി നമുക്ക് ഫസ്റ്റ് ഈ പറയുന്ന 1-2 മീനിങ് നിങ്ങൾക്ക് നിർബന്ധമായും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ്. അത് നിങ്ങളുടെ ചില ആയുധങ്ങളാണ്. നിങ്ങളുടെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആയതുകൊണ്ട്, നിങ്ങൾക്ക് ഒരു യൂണിറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നിർബന്ധമായും നോളജ് എന്താണ് എന്നത് ഒരു എസ്സേ എഴുതുന്നതിന് മുമ്പും മറ്റതുമൊക്കെ നിങ്ങൾക്ക് നിർബന്ധമായും അപ്ലൈ ചെയ്യേണ്ട, കയ്യിൽ നിടേണ്ട സാധനമാണ്. അപ്പൊ 1-2 മീനിങ് അല്ലെങ്കിൽ 1-2 ഡെഫിനിഷൻ നിങ്ങൾ കാണാതെ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാനിപ്പോ എടുത്തിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് മീനിങ് ഓഫ് നോളജ് എന്ന് പറയുന്നത്. നോളജ് റെഫേഴ്സ് ടു ദ understanding, awareness of familiarity gained through experience, study and reasoning, involves both knowing that and knowing how skills. നമ്മളുടെ നമ്മളുടെ അനുഭവങ്ങളിലൂടെ, നമ്മളുടെ ഇടപെടലുകളിലൂടെ, നമ്മളുടെ ലോജിക്ക്, നമ്മൾ കുറെ ആലോചനകളിലൂടെ മനുഷ്യൻ നേടുന്ന ഒരു സെറ്റ് ഓഫ് ഐഡിയാസിനെയാണ് നോളജ് എന്ന് പറയുന്നത്. ഈ നോളജിന് 2 അർത്ഥത്തിലാണ് നമ്മൾ കാണാറുള്ളത്. നോ ദാറ്റ്, നോ ഹൗ. ഇത് നിങ്ങൾ ഈ പറയുന്ന നോ ദാറ്റ്, നോ ഹൗ ഇനിയുള്ള തുടർന്നുള്ള എല്ലായിടത്തും നിങ്ങൾക്ക് കാണാൻ കഴിയും. നോ ദാറ്റ് എന്താണ്, നോ ഹൈ എന്ന് പറഞ്ഞ ഉദാഹരണത്തിന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് എന്നതൊരു നോ ദാറ്റ് ആണ്. എന്ന് വെച്ചാൽ അതൊരു ഫാക്റ്റ് ആണ്, വളരെ കൃത്യമായ ഒരു ഫാക്റ്റ് ആണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നതൊരു ഫാക്റ്റ് ആണ്. നോയിങ് ഹൗ എന്ന് പറയുന്നത് ആ പറയുന്ന ഇൻഡിപെൻഡൻസ് ഫ്രീഡം സ്ട്രഗിളിനെ ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് നമ്മളുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്
2+2 എന്ന് പറയുന്നത് 4 ആണ്. ആ 2+2 എന്നുള്ളത് 4 ആണ്. എന്നിട്ട് ആ 2+2 എന്ന് പറയുന്ന കാൽക്കുലേഷന്റെ സ്കില്ല് നമ്മൾ വേറെ ഏതെങ്കിലും കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ടോ എന്നതാണ് നോ ഹൗ എന്ന് പറയുന്നത്. സോ വളരെ ബേസിക്കലി നമ്മൾ വിളിച്ചാൽ നോളജ് എന്ന് പറയുന്നത് ചില സ്കിൽ സെറ്റാണ്, ചില ധാരണകളാണ്. ആ ധാരണകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മനുഷ്യന്റെ ഇടപെടലുകളിലൂടെ, വായനകളിലൂടെ, ആലോചനകളിലൂടെ ഉണ്ടാകുന്ന ചില ധാരണകളെയാണ് നോളജ് എന്ന് പറയുന്നത്. ഇതിൽ പ്ലാറ്റോയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെർമിനോളജി ഉണ്ട്. നോളജ് എന്ന് പറയുന്നത് ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ് എന്ന് പറയുന്ന സാധനം. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി, നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്, എന്താണ്? ആ പത്രം വായിച്ചാൽ അറിവ് വളരും എന്നതൊരു ഇൻഫർമേഷൻ ആണ്. ആ അറിവ് വളരും എന്ന് പറയുന്ന ഇൻഫർമേഷൻ നിങ്ങൾ വിശ്വസിക്കുന്നു. പത്രം വായിച്ചാൽ അറിവ് വളരും എന്നത് നിങ്ങളുടെ ഒരു വിശ്വാസമാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഇൻഫർമേഷൻ ആണ്. സെക്കൻഡ് സ്റ്റാൻഡ് എന്താണ്? ആ ഇൻഫർമേഷൻ നമ്മൾ ബിലീവ് ചെയ്യുന്നുണ്ട്, നമ്മളത് വിശ്വസിക്കുന്നുണ്ട്. അത് വിശ്വസിക്കുക മാത്രമല്ല, വേറൊരാള് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ജസ്റ്റിഫൈ ചെയ്യാനും കഴിയുന്നുണ്ട്. അതിനെയാണ് നോളജ് എന്ന് പറയുന്നത്. പ്ലാറ്റോയുടെ ഫിലോസഫിയാണ്. നിങ്ങളത് പഠിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് പോകുമ്പോൾ പ്ലാറ്റോയുടെ തിയറി എന്താണെന്ന് ചിലപ്പം ചില അഡ്വാൻസ്ഡ് ഇന്റർവ്യൂ ബോർഡിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നോളജ് ഈസ് ഈക്വൽ ടു ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബിലീഫ് ട്രൂ ആണ് എന്ന് വിശ്വസിക്കുകയും അത് ജസ്റ്റിഫൈ ചെയ്യാനുള്ള നിങ്ങളുടെ സ്കില്ലും കൂടി ഉൾപ്പെടുമ്പോഴാണ് നോളജ് ആകുന്നത് എന്നതാണ്. അല്ലെങ്കിൽ നോളജ് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ അത് ട്രൂ ആവും. അതിനെയാണ് നോളജ് എന്ന് പറയുന്നത് എന്നതാണ് പ്ലാറ്റോയുടെ ഒരു തിയറി ഉള്ളത്. അതിൽ വളരെ ടെക്നിക്കലി നിങ്ങൾ കുറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഞാൻ ഒരു പാർട്ട് ടൈം ആയിട്ട് അതിന്റെ ഒരു അഡീഷണൽ നോളജ് എന്ന രൂപത്തിൽ പറയാണ്. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? നോളജ് എന്താണെന്ന് പറഞ്ഞു. എന്താ നോളജ്? നമ്മൾ അനുഭവങ്ങളിലൂടെ, വായനകളിലൂടെ, ആലോചനകളിലൂടെ നമ്മളിലെത്തുന്ന ചില ധാരണകളെയാണ് നോളജ് എന്ന് പറയുന്നത്. പ്രധാനമായും ഈ ധാരണകൾ നോ ദാറ്റ് എന്ന് വെച്ചാൽ എന്ത് എന്നുള്ളതിന്റെ ഫാക്റ്റുകളും എങ്ങനെയാണ് എന്നുള്ളതിന്റെ സ്കില്ലുമാണ് നമുക്ക് സാധാരണ നോളജിന്റെ സ്കിൽ ആ ബോഡിയിലുള്ളത്. ഇനി ഏതൊക്കെ ടൈപ്പ് നോളജ് ആണ് ഉള്ളത് എന്നതാണ് ചോദ്യം. സോ എന്തൊക്കെ ടൈപ്പ് നോളജ് ഉണ്ട്? ഒന്ന് ഡിക്ലറേറ്റീവ് നോളജ്. എന്താ ഡിക്ലറേറ്റീവ് നോളജ് എന്ന് പറയുന്നത്? ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇതൊരു ഡിക്ലറേറ്റീവ് നോളജ് ആണ്, അല്ലെ? എന്താണ്? ഡിക്ലെയർ ചെയ്യാം. ദാറ്റ് ഈസ് ഫാക്ട്. നിങ്ങൾ ഏത് മനുഷ്യന്മാരോട് ചോദിച്ചാലും അത് വളരെ കൃത്യമാണ്. ന്യൂഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം. ദാറ്റ് ഈസ് എ ഫാക്ട്. അപ്പം ഇത് എന്ത് എന്നുള്ളതിന്റെ ഉത്തരവാണ്. എന്താണ്? അപ്പൊ ഇതിന്റെ സാധാരണ നിലയിൽ ഡിക്ലറേറ്റീവ് നോളജ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ ആണ്. വളരെ കൃത്യമായ ബൈനറിക്കൽ ഡെഫിനിഷൻ. അത് വളരെ സ്പെസിഫിക് ഡെഫിനിഷൻ ആണ്. അവിടെ ഞാൻ പറഞ്ഞാലും വേറെ ആര് പറഞ്ഞാലും ആ ഡെഫിനിഷൻ സെയിം ആണ്. പ്രൊസീജറൽ നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആ നേരത്തെ മനസ്സിലാക്കിയ ഫാക്ട് വെച്ച്, നിങ്ങൾ നേരത്തെ മാനസിലാക്കിയ ഒരു ഫാക്ട് വെച്ച് നിങ്ങൾ അതിനെ സ്കില്ലിലേക്ക് കൊണ്ടുവരിക എന്നുള്ള നോയിങ് ഹൗ, നോ ഹൗ എന്ന് പറയും. നോ ഹൗ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് മാത്സിന്റെ ഒരു ഇക്വേഷൻ കിട്ടി. മാത്സിന്റെ ഇക്വേഷൻ എവിടുന്നാ പഠിക്കുന്നത്? ഫാക്റ്റിലാണ്. എന്നിട്ട് ആ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യണം. അതാണ് നോയിങ് ഹൗ. ചില കുട്ടികൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങൾ ടീച്ചർ ആണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഇക്വേഷൻ ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് ഏത് ഇക്വേഷനും മറുപടി അറിയാൻ കഴിയും. പക്ഷെ ഒരു പ്രോബ്ലം കൊടുത്താൽ ആ കുട്ടിക്ക് മറുപടി അറിയാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ചെയ്യാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ്? കുട്ടിയുടെ പ്രൊസീജറൽ നോളജിലാണ് പ്രശ്നമുള്ളത്. മനസ്സിലായോ ഞാൻ പറയുന്നത്? ഇപ്പൊ അതേപോലെ തന്നെ സയൻസ് എക്സ്പെരിമെന്റ്, ഒരു കോൺസെപ്റ്റ് കൊടുത്തു. ചില കുട്ടികൾക്ക് ആ കോൺസെപ്റ്റ് അതേപോലെ ആൻസർ പേപ്പറിൽ എഴുതാൻ കഴിയും. പക്ഷെ ആ കുട്ടിയെ ലാബിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു എക്സ്പെരിമെന്റ് നടത്താൻ പറഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടിക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നോയിങ് ഹൗ എന്ന് പറയുന്ന ഹൗ ടു അത് കുട്ടിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രൊസീജർ എന്നുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് ഡിക്ലറേറ്റീവ് നോളജിൽ എങ്ങനെയാണ് സൈക്കിൾ ചവിട്ടേണ്ടത് എന്നുള്ള ധാരണയുണ്ട്. നിങ്ങൾ പിന്നെ എന്താണ് സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് സൈക്കിൾ മൂവ് ചെയ്യുന്നതിന്റെ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് എന്താണ്,
അതൊരു കുട്ടിക്ക് പറഞ്ഞാൽ കഴിയുന്നു എന്നുള്ളത് ഒരുപക്ഷെ സൈക്കിൾ ചവിട്ടാൻ ഉള്ള സ്കില്ലല്ല. അപ്പം ഫാക്ട്സ് ഒരു ബേസിക് ആണ്. ആ ഫാക്ട്സ് വെച്ചിട്ട് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊസീജറൽ നോളജ് എന്ന് പറയുന്നത്. കൺസെപ്ച്വൽ നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്ഷൻ ഉണ്ടാവുക, കോൺസെപ്റ്റ്, ക്ലിയർ കോൺസെപ്റ്റ് ഉണ്ടാവുക, അതിന്റെ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക. ഉദാഹരണത്തിന് പറയാണ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ്. എപ്പോഴാ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഭയങ്കരമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഒരു കുട്ടിക്ക് സപ്ലൈ എന്താണെന്ന് അറിയാം, ഡിമാൻഡ് എന്താണെന്ന് അറിയാം. പക്ഷെ ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ എങ്ങനെയാണ് എടുക്കുക എന്നത് അറിയാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ കുട്ടിക്ക് കോൺസെപ്റ്റ് നോളജ് ഇല്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഉദാഹരണം, വേറൊരു ഉദാഹരണം പറയുകയാണ്. ഒരു കഥ കൊടുത്തിട്ട് കഥയിലെ തീം എന്താണ്, ആ തീമിന് ഒരു മെറ്റഫറിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പം ചില കുട്ടികൾക്ക് കഴിയില്ല. അതെന്താ? ആ കുട്ടിക്ക് ആ സ്റ്റോറി ഇങ്ങനെ വായിച്ചു റീഡിങ് കോംപ്രഹെൻഷൻ ഉണ്ടാവും, പക്ഷെ അതിനെ കോൺസെപ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കില്ല് ഉണ്ടാവില്ല. അതുകൊണ്ട് പലപ്പോഴും ചലഞ്ച് ഉണ്ടാവാറുണ്ട്. മെറ്റാകോഗ്നിറ്റീവ് നോളജ് എന്ന് പറഞ്ഞാല്, മെറ്റാകോഗ്നിറ്റീവ് ആണ് പുതിയ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് ആയിട്ട് വരുന്ന ഒരു സാധനം. ഏറ്റവും ടോപ്പ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കുട്ടി തന്നെ തിരിയാണ്, കുട്ടി തന്നെ പറയാണ്, കുട്ടി തന്നെ കുട്ടിയുടെ ലേണിങ്ങിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് 10ാം ക്ലാസ്സിൽ മാർക്ക് കിട്ടാതിരുന്നത്, ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് മാർക്ക് കിട്ടാതായത്, അതെന്താണ്? കുട്ടി തന്നെ കുട്ടിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അപ്പൊ ടൈപ്പ് ഓഫ് നോളജ് എന്ന് പറയുന്നത് ഡിക്ലറേറ്റീവ് നോളജ്, പ്രൊസീജറൽ നോളജ്, കോൺസെപ്ച്വൽ നോളജ്, മെറ്റാകോഗ്നിറ്റീവ് നോളജ്. ഒരു ടീച്ചറുടെ പെർസ്പെക്റ്റീവ് പറയാണ്, ടീച്ചർക്ക് എങ്ങനെയാണ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്നൊക്കെ അറിയാം, ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ടീച്ചറുടെ ക്ലാസ് റൂം എക്സാം നടന്നു കഴിഞ്ഞ ശേഷം കുട്ടികളുടെ മാർക്കൊന്നും ഇല്ല. ഓട്ടോമാറ്റിക്കലി ടീച്ചർ കുട്ടികളൊന്നും ബ്ലെയിം ചെയ്യുന്നതിന് മുമ്പ് ടീച്ചർ ഒന്ന് സ്വന്തമായിട്ട് ചിന്തിക്കാൻ തീരുമാനിച്ചു, എന്താണ് എന്റെ ക്ലാസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്റെ ക്ലാസ് ഞാൻ വിചാരിച്ച രൂപത്തിൽ കുട്ടികളിലേക്ക് എത്തിയിട്ടില്ലേ, എന്നിട്ട് അതിനനുസരിച്ച് ടീച്ചർ സ്വയം തിരുത്തലുകളിലേക്ക് വരിക എന്നതാണ് മെറ്റാകോഗ്നിറ്റീവ് നോളജ് എന്ന് പറയുന്നത്. ഏറ്റവും പീക്ക് ലെവൽ ഓഫ് നോളജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് മെറ്റാകോഗ്നിറ്റീവ് ആണ്. ഒരു കുട്ടി മെറ്റാകോഗ്നിറ്റീവ് സ്വന്തം റിഫ്ലക്ട് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു ടീച്ചർക്ക് ആ കുട്ടിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? മീനിങ് പറഞ്ഞു, ടൈപ്പ് ഓഫ് നോളജ് പറഞ്ഞു. ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പറയണം. ഫോംസ് ഓഫ് നോളജ് ഞാൻ പറഞ്ഞ ഈ കോൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് ഉള്ളത്. ഫോംസ് ഓഫ് നോളജ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ തിയറിയാണ് പഠിക്കുന്നത്. 3 തരത്തിലുള്ള നോളജ് ആണ്, 3 തരത്തിലുള്ള ഫോംസ് ആണ് നോളജിന്റെ ഫോമായിട്ട് പറയാൻ പറ്റുന്നത്. ഒന്ന് തിയറിറ്റിക്കൽ നോളജ്. ഉദാഹരണത്തിന് ഒരു ടീച്ചർക്ക് എഡ്യൂക്കേഷണൽ തിയറി നന്നായിട്ട് അറിയാം, നന്നായിട്ട് ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ തിയറികൾ എങ്ങനെയാണെന്ന് അറിയാം. അത് ഏത് ബി.എഡിന്റെ എക്സാം ഒക്കെ വന്നാലും ആ ടീച്ചർ അടിപൊളിയായിട്ട് ചെയ്യും. വളരെ കൃത്യമായി എല്ലാ എഡ്യൂക്കേഷണൽ തിയറികളെ കുറിച്ചും നല്ല ധാരണയുണ്ട്. എന്നാൽ നെക്സ്റ്റ് ഫോം എന്ന് പറയുന്നത് ആ ടീച്ചർക്ക് ആ തിയറികൾ വെച്ചിട്ട് പ്രോപ്പർ ആയിട്ട് ക്ലാസ് റൂം മാനേജ്മെന്റ് ഇല്ല. ക്ലാസ് റൂമിൽ എത്തുമ്പോൾ ആ ടീച്ചർക്ക് എപ്പോഴും ഒരു പ്രശ്നമാണ്. ക്ലാസ് റൂം സ്ട്രാറ്റജി ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യാൻ ആ ടീച്ചർ പ്രയാസപ്പെടാറ്. അതാണ് പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ഒരു റിഫൈസ് പറയാനുള്ളത്, നിങ്ങൾക്കിതിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. നമ്മൾ നോളജ് എന്ന് പറയുന്ന ഒരു വലിയ ഹബിന്റെ പല ഏരിയകൾ എങ്ങനെ ടച്ച് ചെയ്ത് പോവാണ്. നിങ്ങളുടെ കരിക്കുലം സിലബസ് അങ്ങനെയാണ് പോകുന്നത്. നോളജ് എന്ന് പറയുന്ന വലിയ ഹബുണ്ട്. ആ ഹബിന്റെ വ്യത്യസ്തമായ ആ വലിയ സാധനത്തെ നമ്മൾ വ്യത്യസ്തമായ തരത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കൊരു കേക്ക് തന്നു, ആ കേക്കിന് നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ അനാലിസ് ചെയ്യാം? ബേസ്ഡ് ഓൺ ദ ടേസ്റ്റ്, ബേസ്ഡ് ഓൺ ദ സൈസ്, ബേസ്ഡ് ഓൺ ദ കളർ, ബേസ്ഡ് ഓൺ ദ ഫ്ലേവേഴ്സ് ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ് നിങ്ങളുടെ സിലബസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് വേണ്ടത്. കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടതില്ല. ഇപ്പൊ പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്നത് ക്ലാസ് റൂം സ്ട്രാറ്റജീസിന്റെ തിയറികളൊക്കെ അറിയാം,
പക്ഷെ ആ തിയറികൾ ക്ലാസ് റൂമിൽ എത്തിക്കാൻ അറിയില്ല. ഇപ്പൊ നമ്മളെ കൂട്ടത്തിലുണ്ടാവും ചില ടീച്ചേഴ്സ് കണ്ടന്റ് നോളജ്, അപാരമായ കണ്ടന്റ് നോളജ് ഉണ്ടാവും, നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്, ഐ മീൻ നല്ല നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ് നോളജ് ഉണ്ടാവും. പക്ഷെ ആ ടീച്ചർ ഒരു പക്ഷെ ആ സ്കൂളിലെ അത്ര കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചർ ആവണമെന്നില്ല. അതേസമയം അത്രയൊന്നും കണ്ടന്റ് നോളജ് ഇല്ലാത്ത ചില ടീച്ചേഴ്സ് ഉണ്ടാവും, പക്ഷെ അവർ ക്ലാസ് റൂമിൽ അടിപൊളിയായി ക്ലാസ് എടുത്തു വരും. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ? ആ ടീച്ചേഴ്സിന്റെ സെറ്റിന് പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്, എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കുറെ ധാരണമില്ല, ഉള്ളത് വളരെ മനോഹരമായി അപ്ലൈ ചെയ്യാൻ അറിയാം. അതാണ് പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്നത്. ഇപ്പം ചില മെഷീൻസ് ഫിക്സ് ചെയ്യാം. അതുപോലെ എക്സ്പീരിയൻഷ്യൽ നോളജ്. ഒരു ടീച്ചർ ആദ്യഘട്ടത്തിൽ നല്ല തിയറി ഉണ്ട്, ക്ലാസ് റൂമിൽ കയറിയപ്പം കഴിയുന്നില്ല. പക്ഷെ ആ സ്കൂൾ കുറച്ചും കൂടി സമയം കൊടുത്തു, നന്നായിട്ട് സമയം കൊടുത്തു. ക്ലിയർ ഒബ്സർവേഷൻ പോലത്തെ കുറെ ടെക്നിക്കുകളിലൂടെ ആ ടീച്ചറെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ടീച്ചർ കുറെ ചെയ്ത് എക്സ്പീരിയൻസ് ആയി. അങ്ങനെ എക്സ്പീരിയൻസ് ആയപ്പോ പിന്നെ ആ ടീച്ചറുടെ ക്ലാസ് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആണ്. ചില ക്ലാസ്സുകളിൽ അങ്ങനെയുണ്ടോ, ചില ടീച്ചർമാർ അങ്ങനെ ഉണ്ടോ, റെഗുലർ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്ത് നന്നാവുന്ന ആളുകൾ. ഇപ്പൊ നിങ്ങളൊരു മെക്കാനിക്കിന്റെ ഒരു മെന്റാലിറ്റി ഒക്കെ എടുത്താൽ നോക്കിയാൽ മനസ്സിലാവും. തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്, തിയറിറ്റിക്കൽ നോളജ് വെച്ചിട്ട് കാറ് നന്നാക്കാൻ പോയാൽ ചിലപ്പം റെഡി ആവണമെന്നില്ല. അപ്പൊ അത് പഠിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ആ തിയറിറ്റിക്കൽ നോളജിനെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാനുണ്ടാകുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതാണ് എക്സ്പീരിയൻഷ്യൽ നോളജ് എന്ന് പറയുന്നത്. അപ്പൊ 3 ഫോംസ് ഓഫ് നോളജ് ആണുള്ളത്: തിയറിറ്റിക്കൽ, പ്രാക്ടിക്കൽ ആൻഡ് എക്സ്പീരിയൻഷ്യൽ നോളജ്. എന്താണ് നോളജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? നമ്മൾ നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഹലുവ എന്ന് പറഞ്ഞാൽ അത് കയ്പുള്ളതിന് ഹലുവ എന്ന് പറയാറില്ല. അതിന് നമ്മൾ ഹലുവ എന്ന് പറയുന്നതിന് ഒരു മധുരമുള്ളതിനാണ് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാറ്. അപ്പൊ അതുപോലെ തന്നെ നോളജിന് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിന്റെ എല്ലാ ഗുണങ്ങളും ചേരുമ്പോഴാണ് നമ്മൾ ആ നോളജ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഫൈനൽ ടേം ചെയ്യുള്ളൂ. ഇപ്പൊ എന്താ നോളജ് എന്ന് പറയുന്നത്? ഡൈനാമിക് ആൻഡ് ഇവോൾവിംഗ് ആണ്. അത് ഇപ്പോഴും നോളജ് എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സാധനമൊന്നും അല്ല. അതിങ്ങനെ റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന, റെഗുലർ ആയിട്ട് അതിനെങ്ങനെ നവീകരിക്കപ്പെടുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നോളജ് എന്ന് പറയുന്നത്. അത് എന്നും ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് സോളാർ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സോളാർ സിസ്റ്റത്തിൽ ഒന്ന് ഒഴിവാക്കി പിന്നെയും ആഡ് ചെയ്തു. അപ്പം റെഗുലർ ആയിട്ട് ഇവോൾവ് ചെയ്യുന്ന, റിസർച്ച് ചെയ്യുന്ന ഡൈനാമിക്സ്, അതിന്റെ ഒരു നേച്ചർ തന്നെ അങ്ങനെ ഇവോൾവ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. പിന്നെ കോണ്ടെക്സ്റ്റ് ആൻഡ് കൾച്ചറൽ ഇൻഫ്ലുവൻസ്. ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് ചിലപ്പോൾ വേറൊരു കോണ്ടെക്സ്റ്റിലുള്ള ആള് വേറൊരു ഉദാഹരണം വെച്ചിട്ടായിരിക്കും ക്ലാസ് എടുക്കുക. ഞാൻ ഒരു നോളജ് എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് ഒരു സയൻസ് എക്സ്പെരിമെന്റ് പറയുന്ന സമയത്ത്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ എക്സ്പെരിമെന്റ് പറയുന്ന സമയത്ത് ഞാനൊരു ഉദാഹരണം പറയുന്നത് എന്റെ കോണ്ടെക്സ്റ്റലി റെലവെന്റ് ആയിട്ടുള്ള ചില ഉദാഹരണങ്ങളായിരിക്കും. അതേസമയം മറ്റൊരു രാജ്യത്തുള്ള മറ്റൊരാൾക്ക് അത് വേറെ തരത്തിലായിരിക്കും അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അപ്പം ഓരോ നോളജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഏത് കോണ്ടെക്സ്റ്റിലാണോ ആ നോളജ് അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടിരിക്കും, അതിനനുസരിച്ചിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നോളജ് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, മാത്സും ഫിസിക്സും ഇന്റർ കണക്റ്റഡ് ആണ്. പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിങ്ങൾ എടുത്തു നോക്കിയാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി ആണ്. ആ മൾട്ടി ഡിസിപ്ലിനറി ഇന്റഗ്രേറ്റഡ് ആണ്. അപ്പൊ ഇന്റർ കണക്റ്റഡ് നോളജ് ഒരിക്കലും ഒരു ഐസൊലേറ്റഡ് കോൺസെപ്റ്റ് അല്ല. മാത്സ് എന്ന് പറയുന്ന ഒരു ഡൊമൈനെ മാത്രം ഒതുങ്ങുന്നതല്ല. മാത്സ് ഫിസിക്സുമായി കണക്റ്റഡ് ആണ്, എഞ്ചിനീയറിംഗുമായി കണക്റ്റഡ് ആണ്. സോ അത് ഒരു ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള റോള് നോളജിനുണ്ട് എന്നതാണ്. നോളജ് ക്യാൻ ബി എക്സ്പ്ലിസിറ്റ്, അത് വളരെ കൃത്യമായി ടെക്സ്റ്റ് ബുക്കിലൂടെ. ഞാനിപ്പോ പറയുന്നത് എക്സ്പ്രസ്ഡ് നോളജ് ആണ്, എക്സ്പ്ലിസിറ്റ് നോളജ് ആണ്. ഞാൻ പാഠപുസ്തകങ്ങളിലൂടെ റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സോഴ്സുകൾ ഉപയോഗിച്ച്
അറ്റൻഡ് ചെയ്താൽ അത് ഡോക്യുമെന്റഡ് ആണ്, എനിക്കത് അത് അവൈലബിൾ ആണ്. എന്നാൽ ആ ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ടാസിറ്റ് ആണ്. മനസ്സിലായോ ഞാൻ പറയുന്നത്? എക്സ്പ്ലിസിറ്റും ടാസിറ്റും എന്ന് പറയുന്ന ഒരു ടീച്ചർ ക്ലാസ്, ടീച്ചറുടെ എല്ലാ ടീച്ചർക്കും ടെക്സ്റ്റ് ബുക്ക് കോമൺ ആണ്. അതാണ് എക്സ്പ്ലിസിറ്റ് നോളജ് എന്ന് പറയുന്നത്, ഒരു ടെക്സ്റ്റ് ബുക്ക്. പക്ഷെ അതിനെ ബേസ് ചെയ്തിട്ട് ഓരോ ടീച്ചർമാരും അതിനെ മനസ്സിലാക്കി അതിനെ ഡെലിവർ ചെയ്യുന്നത് ഡിഫറെന്റ് ആണ്. അവിടെ ടീച്ചറുടെ ഒരു ടാസിറ്റ് എന്ന് പറയുന്ന ഒരു സ്കില്ല് എന്നത് കൂടി വരുന്നുണ്ട്. അപ്പം നോളജ് ക്യാൻ ബി എക്സ്പ്ലിസിറ്റ് ഓർ ടാസിറ്റ് എന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോളജ്. അപ്പൊ നോളജ് എന്തായിരിക്കും? ഒരു ഇവോൾവിംഗ് ആണ്, അതിങ്ങനെ റെഗുലർ ആയിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അത് കോണ്ടെക്സ്റ്റലി കൾച്ചറലി ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതാണ്. ഓരോ കൾച്ചറിനും അതിൻ്റെതായിട്ടുള്ള ഒരു റോള് നോളജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ നോളജിന്റെ അപ്രോച്ചിലും നോളജിനോടുള്ള അപ്രോച്ചും കൾച്ചറലി ഡിഫറെന്റ് ആണ്. കുറെ ഉദാഹരണം ഇപ്പൊ വേണമെങ്കിൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇപ്പൊ നോർത്ത് ഈസ്റ്റിൽ നിങ്ങൾ പോകുന്ന സമയത്ത് നമ്മുടെ നോളജിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ പല ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്താൽ ഡിഫറെന്റ് ആണ്. സ്ട്രക്ചർഡ് ആൻഡ് ഇന്റർ കണക്റ്റഡ് ആണ്. എല്ലാ നോളജും പരസ്പരം കെട്ടുകളഞ്ഞു കിടക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലിസിറ്റ്. നോളജ് റിട്ടേൺ ആക്കിയിട്ട് പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റ് ആക്കിയിട്ട് കൊടുക്കാം. ചിലത് ഡോക്യുമെന്റ് ആക്കി കൊടുക്കാൻ പറ്റില്ല, അത് ഇന്റേണലൈസ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, സോറി ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഇതില് കോണ്ടെക്സ്റ്റുവൽ കൾച്ചറൽ ഇൻഫ്ലുവൻസ്, അതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ടീച്ചിങ്ങിന്റെ ടീച്ചിങ് പെഡഗോഗി ഉദാഹരണത്തിന് പറയാം. ഒരു ടീച്ചർ ഒരു ക്ലാസ് എടുക്കുന്നത് അത് ഓരോ രാജ്യത്തിനും ഡിഫറെന്റ് ആണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു അർത്ഥത്തിൽ നമ്മൾ വ്യത്യസ്തമായ കോണ്ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഉദാഹരണത്തിന് ടീച്ചിങ് പെഡഗോഗി വർക്ക് ചെയ്യാം, ടീച്ചിങ് സ്ട്രാറ്റജീസ് വർക്ക് ചെയ്യാം. അപ്പോൾ അമേരിക്കയിലെ കുട്ടികളെ ക്ലാസ് റൂം സ്ട്രാറ്റജി, ടീച്ചിങ് മാനേജ്മെന്റ്, ക്ലാസ് റൂം മാനേജ്മെന്റ് മാനേജ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഒരു ടീച്ചർ ഇന്ത്യയിലെ ക്ലാസ് റൂം സെറ്റിംഗിൽ മാനേജ് ചെയ്യാം. അവിടെ നമ്മളുടെ പർപ്പസ് സ്ട്രാറ്റജി എന്താണ്? ഐ മീൻ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ തിയറി ഫിലോസഫി സെയിം ആണ്. പക്ഷെ അതൊരു കോണ്ടെക്സ്റ്റിക്ക് ഇറക്കുമ്പോൾ അവിടെ കുറെ കസ്റ്റമൈസേഷൻ വരുന്നുണ്ട്. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്ന ഒരു സാധനം ഇതാണ്. കരിക്കുലം എന്ന് പറയുന്നത്, കരിക്കുലം ഇന്ത്യയിലെ എല്ലാ സ്കൂളുകൾക്കും എല്ലാ രാജ്യത്തിനും ഒരൊറ്റ കരിക്കുലമാണ്, മീൻ ഒരൊറ്റ പോളിസിയാണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. പക്ഷെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അടിസ്ഥാനപ്പെടുത്തി നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടായി കഴിഞ്ഞാലും ഓരോ സ്റ്റേറ്റുകൾക്കും ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടാവും. KCF, കേരള കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയും. എനിക്ക് തോന്നിയ ഏതെങ്കിലും ഡോക്യുമെന്റ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ? അപ്പൊ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് എന്താണ്? ഇന്ത്യയിൽ തന്നെ ഒരു കോണ്ടെക്സ്റ്റിലുള്ള ഒരു കോൺസെപ്റ്റ് ചിലപ്പോൾ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ വർക്ക് ആവില്ല. അവിടെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും അതിനെ അപ്രോച്ച് ചെയ്യേണ്ടി വരിക. അപ്പൊ അതാണ് കോണ്ടെക്സ്റ്റിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് എഡ്യൂക്കേഷന്റെ ഒരു ഓപ്പൺനെസ് ആണ്. എഡ്യൂക്കേഷൻ ഭയങ്കര റിജിഡ് അല്ല എന്നതാണ്. ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന ഇന്ത്യൻ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ ആശയങ്ങൾ ചോരാതെയാണ് രാജ്യത്തുള്ള മറ്റു സ്റ്റേറ്റുകളൊക്കെ കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക. അത് കസ്റ്റമൈസേഷൻ, കൾച്ചറലി ലിങ്ക് ചെയ്യിപ്പിക്കുകയാണ്. അത് ഈ ഡിഫറൻസ് എല്ലായിടത്തും ഉണ്ട്. കോണ്ടെക്സ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഡിസൈൻ ചെയ്യുന്നിടത്തുണ്ട്. എന്തിനാണ് NCERT ടെക്സ്റ്റ് ബുക്ക് ഡിസൈൻ ചെയ്തിട്ടും കേരളത്തിൽ പിന്നെ എന്തിനാണ് SCERT ടെക്സ്റ്റ് ബുക്ക് ഡിസൈൻ ചെയ്യുന്നത്? അതിന്റെ കാരണം ഇതുകൊണ്ടാണ്. എന്താ കാരണം? അവിടെ എടുക്കുന്ന പല ഉദാഹരണങ്ങളും ചിലപ്പോ കേരള കോണ്ടെക്സ്റ്റിൽ വർക്ക് ആവണമെന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ റീസെന്റ് ആയിട്ട് ഫേസ് ചെയ്ത ഉദാഹരണമാണ്. സെലിബ്രേഷൻ എന്ന് പറയുന്നത് 3ാം ക്ലാസ്സിലൊക്കെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. സെലിബ്രേഷൻ എന്ന് പറയുന്നത് EBSലെ ഒരു കോൺസെപ്റ്റ് ആണ്. LKGയിലും UKGയിലും ഒക്കെ ഉണ്ട് ആ സെലിബ്രേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതില് ദുർഗാ പൂജ എന്ന് പറയുന്നത് ഒരു സെലിബ്രേഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഹോളി എന്ന് പറയുന്നത് സെലിബ്രേഷൻ ആയിട്ട് കേരളത്തിലെ ഒരു ക്ലാസ് റൂമിൽ കൊടുത്താല് കുട്ടികൾക്ക് അത് പ്രയാസം ഉണ്ടാവോ ഇല്ലേ? ഇപ്പൊക്കെ ചിലപ്പോൾ ഹോളി വരുന്നുണ്ട്, പക്ഷെ അത് പ്രയാസം ഉണ്ടാവും. അതിനേക്കാളും സെലിബ്രേഷൻ എന്ന് പറയുന്ന തീം പഠിപ്പിക്കാൻ കുട്ടികൾ എളുപ്പം ഏതാണ്? ഓണം, ക്രിസ്മസ്, ഈദ്, അങ്ങനെ കുട്ടിയുടെ കോണ്ടെക്സ്റ്റിലുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയായിരിക്കും. അപ്പൊ അതെന്ന് വെച്ചാൽ നോളജ് ഒരിക്കലും സ്റ്റേറ്റിക് അല്ല, അത് കോണ്ടെക്സ്റ്റലി കൾച്ചറലി പിന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഉദാഹരണം. ഓക്കെ, നമുക്ക് മൂവ് ചെയ്യല്ല. വേറെ എന്തെങ്കിലും കൺസേൺ ഉണ്ടോ? ഞാൻ ഇതെല്ലാം
വേറെ മുകളിൽ പറഞ്ഞതിൽ ഏതെങ്കിലും ഏരിയകളിൽ നിങ്ങൾക്ക് കൺസേൺ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. സോ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു? നോളജിന്റെ മീനിങ് പറഞ്ഞു, ടൈപ്പ് ഓഫ് നോളജ് പറഞ്ഞു, ഫോംസ് ഓഫ് നോളജ് പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോളജ് പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ലെവൽസ് ഓഫ് നോളജ് ആണ്. ഇതിന്റെ ഈ ചിത്രം നോക്കിയിട്ട് ബേജാറാവേണ്ട ആവശ്യമില്ല. വളരെ ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതിന് ചില ടെർമിനോളജീസ് നിങ്ങൾ എഴുതി വെക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ എസ്സേക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത്തരം ടെർമിനോളജി ഉണ്ടാവുന്നത് ഒരു അഡീഷണൽ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൽ ഉണ്ടാവും. ചുമ്മാ കത്തിയടിക്കുന്നതിനേക്കാളും നല്ലത് അതാണ്. പക്ഷെ നോളജിന് വ്യത്യസ്തമായ ലെവലുകളുണ്ട്. വളരെ വ്യത്യസ്തമായ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള നോളജ് ലെവലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഒരു മറ്റൊരു വേർഷൻ ആയിട്ട് തന്നെ നിങ്ങൾ എടുത്താൽ മതി. ഒന്ന് എംപിരിക്കലാണ്. എന്താ എംപിരിക്കൽ എന്നുള്ളതിന്റെ അർത്ഥം? ഇതിൽ ഒന്ന് എംപിരിക്കലാണ്. ലെവൽസ് ഓഫ് നോളജ് ആണ്. 4 പ്രധാനപ്പെട്ട ലെവലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ ലെവൽ എന്ന് പറയുന്നത് എംപിരിക്കലാണ്. എന്ന് വെച്ചാൽ ഇതിൽ ഫസ്റ്റത്തെ ലെവൽ എന്ന് വേണമെന്ന് പറയാൻ നിങ്ങളൊരു വളരെ വ്യത്യസ്തമായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാം. ലെവൽസ് ഓഫ് നോളജിൽ എംപിരിക്കൽ എന്ന് പറയുന്നത് ബേസ്ഡ് പ്യൂർലി ഓൺ ഫിസിക്കൽ ഒബ്സർവേഷൻ ആൻഡ് ലെവൽസ് ഓഫ് ലൈവ്ഡ് എക്സ്പീരിയൻസ് ലുക്കിംഗ് അറ്റ് ദ വേൾഡ്. ഉദാഹരണത്തിന് ഒരു തീ കണ്ടാൽ ആ തീ പൊള്ളുമ്പോ ഒരു കുട്ടി തീനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ആ തീന്റെ അടുത്തേക്ക് പോകുന്നു, പോയിട്ട് ആ തീയിൽ ചൂടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന പ്രോസസ്സ് എങ്ങനെ മനസ്സിലാക്കുക? എക്സ്പീരിയൻസ് ചെയ്തിട്ട് മനസ്സിലാക്കുക. ഒരു തീക്കനലുണ്ട്, തൊടുന്നു, ചൂടുണ്ട്, അപ്പൊ സ്വാഭാവികമായും തീ തൊട്ടാൽ ചൂടുണ്ടാകും അല്ലെങ്കിൽ പൊള്ളും എന്നത് കുട്ടി മനസ്സിലാക്കുന്നതാണ് എംപിരിക്കൽ ലെവൽ എന്ന് പറയുന്നത്. എംപിരിക്കൽ എവിഡൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വിസിബിൾ എക്സ്പീരിയൻസ്. ഇപ്പം കാലാവസ്ഥയുടെ പാറ്റേൺ അനുസരിച്ച് അത് വളരെ വിസിബിൾ ആയിട്ട് കർഷകർ അതിനനുസരിച്ചിട്ട് വിത്തുകൾ ഇടുന്നു, തൈകൾ നടുന്നു. അത് അവരുടെ എക്സ്പീരിയൻസ് ആണ്. മഴക്കാലമാകുമ്പോൾ ഇത് ഇത്തരം കൃഷി തുടങ്ങണം തുടങ്ങിയതൊക്കെ. രണ്ടാമത്തെ റേഷണലാണ്. ഒരു കാൽക്കുലേഷൻ 2+2 = 4. അതെന്താണ്? കൂടുതൽ റീസണിങ് ആൻഡ് ഇന്റേണൽ ലോജിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. എന്നുവെച്ചാൽ ഒരു പല പുള്ളികളുണ്ട്, പല ഡോട്ട്സ് ഉണ്ട്. ആ ഡോട്ട്സിനെ ഇങ്ങനെ നമ്മളുടെ ഒരു ധാരണ വെച്ച് കണക്ട് ചെയ്ത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് സയൻസ് എക്സ്പെരിമെന്റ് നടത്തുന്നത്. സോ നമുക്ക് എന്തുണ്ട്? നമ്മളുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ വെച്ചിട്ട് സയൻസ് എക്സ്പെരിമെന്റ് നടത്തുന്നു. റേഷണലാണ്. നമ്മൾ ലൈവ് എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല. നമ്മളുടെ ലോജിക്ക് വെച്ച് ഒരു വിഷയത്തിനെ അഡ്രസ് ചെയ്യാൻ പോകുന്നതിനെയാണ് റേഷണൽ നോളജ് എന്ന് പറയാൻ. മൂന്നാമത്തത് ഇതൊന്നുമല്ല, ഇൻഡ്യൂട്ടീവ് ആണ്. എന്താണ്? പെട്ടെന്ന് തോന്നുന്ന ചില സാധനങ്ങൾ. അത് നമ്മളുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ ഉണ്ടാവുന്നതാണ്. നമുക്ക് എക്സ്പീരിയൻസിലൂടെ ഒക്കെ ഉണ്ടാവുന്ന സാധനമാണ്. പക്ഷെ അതങ്ങനെ വളരെ കുറെ ഡീപ്പ് തിങ്കിങ് ഒക്കെ എടുത്ത് ഇതിങ്ങനെ ആയിക്കൂടെ അതിങ്ങനെ ആയിക്കൂടെ എന്നിനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളൊരു ക്ലാസ് റൂമിൽ ഒരു കുട്ടി വളരെ സൈലന്റ് ആയിട്ട് കുറച്ച് ദിവസമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവന്റെ അപ്സെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുവാണ്. നിങ്ങളുടെ ഒരു ഫീലിംഗിൽ നിങ്ങൾ അതിൽ ഇടപെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഓക്കെ സംതിങ് ഹാസ് ഹാപ്പനിങ് ദർ. ഇൻഡ്യൂട്ടി എന്ന് പറയില്ലേ, നമുക്ക് ചില ഇൻസൈറ്റ് എനിക്കിപ്പതാണ് തോന്നി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ലെവലാണ്. റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ കുറച്ചും കൂടിയും
എന്റെ പേഴ്സ്പെക്റ്റീവില് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണം എടുക്കാം. എന്റെ എന്റെ ക്ലാസ്സിലെ ഈ കുട്ടി എന്താണ്, കുട്ടിക്ക് എന്താണ് മാർക്ക് കിട്ടാത്തത്? അപ്പൊ ഞാൻ ആ സാധാരണ നിലയിൽ പഠിപ്പിക്കുന്നത് പോലെ ആ കുട്ടിയെയും പഠിപ്പിച്ചാൽ മതിയാകില്ല. റിഫ്ലക്ട് ചെയ്യണം. റിഫ്ലക്റ്റും റെസ്പോണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. റിഫ്ലക്ട് എന്ന് പറയുന്നത് എന്നെ അതിന്റെ ഉള്ളിലുണ്ട്, ആ ഡിസിഷൻ മേക്കിങ്ങിൽ ഞാനുണ്ട്. റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്യൂ വന്നു, അപ്പൊ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നു. അതിന്റെ ലോജിക്കലോ റീസണിങ് ഒന്നും ചിലപ്പോൾ ചിന്തിക്കില്ല, റെസ്പോണ്ട് ചെയ്യുന്നു. എന്റെ കുട്ടിക്ക്, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിക്ക് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നോളജ് കിട്ടുന്നില്ലെങ്കിൽ എനിക്കെന്തോ പ്രശ്നമുണ്ട്. എന്നിട്ട് ഞാൻ എന്റെ ടീച്ചിങ് സ്ട്രാറ്റജി മാറ്റുന്നു. അതാണ് റിഫ്ലക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോ ഇതില് പുതിയ കാലത്ത് പല സ്കൂളുകളും SLC എന്നൊക്കെ പറയാറുണ്ട്. എന്ത് SLC എന്ന് പറഞ്ഞാല് സ്റ്റുഡന്റ് ലെഡ് കോൺഫറൻസ്. സ്റ്റുഡന്റ് ലെഡ് കോൺഫറൻസ് ബേസിക്കലി കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുവാണ്, റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ്. ടീച്ചർ അല്ല ഡിസിഷൻ പറയുന്നത്, കുട്ടിയാ പറയുന്നത്. എന്തുകൊണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയകളിലാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്, ഇതാണ് റിഫ്ലക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ലെവൽസ് ഓഫ് നോളജ് മനസ്സിലായല്ലോ. എംപിരിക്കൽ വളരെ സിമ്പിൾ ആണ്. ചൂടുവെള്ളം ഒരു തീക്കനൽ കാണുമ്പോൾ അത് കൊള്ളുമെന്ന് കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയല്ല. കുട്ടി അത് തീക്കനലിന്റെ അടുത്ത് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കുട്ടി പറയാണ് ആ ചുക്കൊള്ളും. ഇത് എക്സ്പെരിമെന്റ് അല്ല കേട്ടോ. അതിനൊരു ഉദാഹരണം, വളരെ സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറയാണ് ഞാൻ. റാഷണൽ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു, ഒരു കാൽക്കുലേഷൻ സോൾവ് ചെയ്യുന്നു. അത് നമ്മളുടെ ലോജിക്കൽ റീസണിങ് ഉൾപ്പെടുന്നതാണ്. ഇൻഡ്യൂട്ടീവ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻസൈറ്റ് വെച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നു എന്നതാണ്. റിഫ്ലക്റ്റീവ് എന്ന് പറയുന്നത് നല്ല ആലോചന നടത്തി നമ്മളെ തന്നെ സ്വയം നവീകരിച്ച് നമ്മളെടുത്ത പ്രോസസ്സുകളെ തന്നെ സ്വയം ക്രിട്ടിക്കലി അനാലിസ് ചെയ്തെടുക്കുന്ന ഡിസിഷൻ. ഓക്കെ ആണല്ലോ. ഇതാണ് ലെവൽസ് ഓഫ് നോളജ്. സോറി. സോ നോളജിന്റെ ഡയമെൻഷൻ. ഈ നോളജ് ഡയമെൻഷൻ എന്ന് പറയുമ്പോഴേ എന്താ ഡയമെൻഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഏത് നോളജാ പഠിക്കുന്നത്. നോളജ് പല തരത്തിലുള്ള നോളജ് ഉണ്ട്. അതിൽ ഏത് നോളജ് ആണ് നമ്മൾ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ ഏതൊക്കെ ഡയമെൻഷൻ ഉണ്ട് എന്നുള്ള ടീച്ചർ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. നിങ്ങൾ ക്ലാസ് റൂമിൽ പോയിട്ട് ഒരു സാധനം പഠിപ്പിക്കുമ്പോൾ ടീച്ചർക്ക് നിർബന്ധമായി അറിഞ്ഞിരിക്കണമല്ലോ ഇത് ഏത് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്, ഏത് ഏരിയയുമായി ബന്ധപ്പെട്ടതാണ് എന്നത് ടീച്ചർ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അപ്പോ അതാണ് ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ വേറെ കുറെ ഇങ്ങനെ ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്താണ് നോളജ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 4 പ്രധാനമായിട്ടുള്ളത്. ഫാക്ച്വൽ ഡയമെൻഷൻ. ഫാക്ച്വൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാല് ബേസിക് ആയിട്ടുള്ള നോളജ്. ഇൻഡിപെൻഡൻസ് എന്നാണ് കിട്ടിയത്. ആരിൽ നിന്നാണ് ഇൻഡിപെൻഡൻസ് കിട്ടിയത്? ഏത് സമയത്താണ് വെള്ളം ചൂടാവുക, വെള്ളം ചൂടാവാൻ എത്ര ഡിഗ്രി സെൽഷ്യസ് വേണം? ഫാക്ട്. ഡെഫിനിഷൻ. ഇപ്പം ഇനിയാണ് നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ബ്ലൂംസ് ടാക്സോണമിയിലേക്ക് പോകുമ്പോൾ ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ കഴിയും. ഇപ്പൊ ഫാക്ച്വൽ ഡയമെൻഷൻ, നിങ്ങളൊരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ഡെഫിനിഷൻ മാത്രം പഠിപ്പിക്കുകയാണെങ്കിൽ ആ ടീച്ചർ ഫാക്ച്വൽ ഡയമെൻഷൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ എന്നതാണ്. ഫാക്ച്വൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ടീച്ചർ നോട്ട്ബുക്കിൽ എഴുതി കൊടുക്കുന്നു, കുട്ടി അത് കാണാതെ പഠിക്കുന്നു. ടീച്ചർ അതേ ചോദ്യം എക്സാമിനേഷൻ ഇടുന്നു, കുട്ടി അതേ ചോദ്യം കാണാതെ ഉത്തരം എഴുതുന്നു, പരീക്ഷ കഴിയുന്നു. ടീച്ചർ എന്താണോ കൊടുത്തത് കുട്ടി അത് കാണാതെ പഠിച്ചു, കുട്ടിക്ക് മാർക്ക് കിട്ടി. പക്ഷേ അങ്ങനെ ഒരു പരീക്ഷ നടത്തി എക്സാം നടത്തി കുട്ടിയെ ജയിപ്പിക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷനിൽ എത്തുമ്പോഴോ ഇത്തരം ചില സാധ്യതകള്, ഇത്തരം ചോദ്യ പേപ്പറുകള് ഉത്തരം പറയാൻ കഴിയില്ല. അപ്പൊ ഫാക്ച്വൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് ലെവൽ ഓഫ് നോളജ് ആണ്.
ഒരു ടീച്ചർ എപ്പോഴും ഇങ്ങനെ PSCക്ക് പഠിക്കുന്നത് ഫാക്ച്വൽ ഡയമെൻഷനാണ്. എന്താ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഏറെക്കുറെ ഞാൻ പറയുന്നത് ഫാക്ച്വൽ ഡയമെൻഷൻ ആണ് കൂടുതൽ ചെക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് കോൺസെപ്ച്വൽ ഡയമെൻഷൻ ആണ്. കോൺസെപ്ച്വൽ നോളജ്. ഉത്തരം വൈ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണം. എന്തുകൊണ്ടാണ് സീസൺ ചേഞ്ച് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് സീസൺ ചേഞ്ച് ചെയ്യുന്നത് എന്ന് ഒരു കുട്ടിക്ക് ഉത്തരം ചെയ്യാൻ പറയണം. അവരുടെ ലോജിക്ക് വർക്ക് ചെയ്യണം. കുട്ടിക്ക് ബേസിക് ആയിട്ടുള്ള ഫാക്ച്വൽ നോളജ് ഉണ്ടാവണം. ലോജിക്ക് മാത്രം വർക്ക് ചെയ്താൽ എന്തുണ്ടാവില്ല? കറക്റ്റ് ഉത്തരം കിട്ടില്ല. അപ്പം ഫാക്ച്വൽ നോളജ് പറയണം, ബേസിക് ഫാക്ച്വൽ നോളജ് പറയണം, അതുപോലെ തന്നെ ലോജിക്കും വർക്ക് ചെയ്യണം. എങ്ങനെയാണ് ഡെമോക്രസി വർക്ക് ചെയ്യുന്നത് എന്നത് ഒരു കുട്ടിക്ക് പറയാൻ കഴിയണമെങ്കിൽ ആ കുട്ടിക്ക് കോൺസെപ്ച്വൽ നോളജ് അറിയണം എന്നുള്ളതാണ്. കോൺസെപ്ച്വൽ നോളജ് അറിയണം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമ്മൾക്ക് വൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടണം. നേരത്തെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ പാറ്റേൺ ഒക്കെ പൊട്ടി. ഏറെക്കുറെ ഒരു 5 വർഷം മുമ്പ് ഈ കോൺസെപ്ച്വൽ നോളജ് മാത്രം മതിയായിരുന്നു. പക്ഷേ പുതിയ കാലത്ത് കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതും പോരാ. നെക്സ്റ്റ് ഡൊമൈൻ വരുന്നു പ്രൊസീജറൽ നോളജ്. പ്രൊസീജറൽ നോളജ് എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾ ഒരു ഫാക്ട് ഉണ്ട്, ആ ഫാക്ട് വെച്ച് നിങ്ങൾക്ക് അനാലിസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനി അതൊരു സ്കില്ലാവുകയാണ്, ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് എത്തുകയാണ്. നിങ്ങൾക്ക് സൈക്കിൾ ചവിട്ടുക എന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ സൈക്കിള് റൈഡ് ചെയ്ത് കാണിക്കുകയാണ്. ഒരു മാത്തിന്റെ പ്രോബ്ലം തന്നാല് ആ മാത്തിന്റെ ക്വസ്റ്റ്യൻ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുവാണ്. അതാണ് പ്രൊസീജറൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഒരു ഹയർ ലെവൽ ഓർഡർ തിങ്കിങ്ങിലേക്ക് പോവാണ്. എഡ്യൂക്കേഷനിൽ പറയാറുണ്ട് എ ജേർണി ഫ്രം LOT to HOT, ലോ ഓർഡർ തിങ്കിങ് ടു ഹയർ ഓർഡർ തിങ്കിങ് എന്നാ പറയാം. അപ്പൊ ഫാക്ച്വൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലോ ഓർഡർ തിങ്കിങ് ആണ്. അവിടെ കുട്ടിയുടെ തിങ്കിങ്ങിന് ഒരു റോളും ഇല്ല. കോൺസെപ്റ്റൽ ഡയമെൻഷനിൽ കുട്ടിയുടെ തിങ്കിങ്ങിന് റോളുണ്ട്, പ്രൊസീജർ ഡയമെൻഷനിൽ തിങ്കിങ്ങിന് റോളുണ്ട് ആൻഡ് സ്കില്ലിനും റോളുണ്ട്. നാലാമത്തതാണ് മെറ്റാ കോഗ്നിറ്റീവ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. കുട്ടി എങ്ങനെയാണ് നോ യുവർ സെൽഫ്, കുട്ടി എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ചോദ്യം വരികയാണ്, നിങ്ങളുടെ നാട്ടുപ്രദേശത്ത് ഒരു വ്യവസായ പാർക്ക് തുടങ്ങാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ വിഷയത്തിൽ എടുക്കുന്ന ഡിസിഷൻ എന്തായിരിക്കും? ഇതാണ് മെറ്റാ കോഗ്നിറ്റീവ്. കുട്ടിയുടെ തിങ്കിങ് ആണ് പ്രധാനം. അപ്പൊ കുട്ടി ഡിസിഷൻ എടുക്കൽ എങ്ങനെയായിരിക്കും? തുടങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ എടുക്കുവോ? ഇല്ല. കുട്ടി എന്തൊക്കെ ഡിസിഷൻ എടുക്കണം? ഒരു വ്യവസായ പാർക്ക് തുടങ്ങിയാലുള്ള പ്രശ്നങ്ങൾ എന്താണ്, വ്യവസായ പാർക്ക് തുടങ്ങിയാലുള്ള ബെനിഫിറ്റ് എന്താണ്, ഇങ്ങനെ എല്ലാ സാധ്യതകളെയും മനസ്സിലാക്കി വിശദീകരിച്ച് കുട്ടിയുടെ ജസ്റ്റിഫിക്കേഷൻ പറയുന്നിടത്താണ് മെറ്റാ കോഗ്നിറ്റീവ് ഡയമെൻഷൻ എന്ന് പറയും. നമ്മുടെ എഡ്യൂക്കേഷൻ കോൺസെപ്റ്റിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്നോവേഷൻസ് ആണ് ഈ ഫാക്ച്വൽ ഡയമെൻഷൻ ടു മെറ്റാ കോഗ്നിറ്റീവ് ഡയമെൻഷനിലേക്കുള്ള ജേർണി എന്ന് പറയുന്നത്. ഒരു ടീച്ചർക്ക് ഈ 4 ഡയമെൻഷനിലും വർക്ക് ചെയ്യാൻ കഴിയേണ്ടി വരും. 4 ഡയമെൻഷനിലും വർക്ക് ചെയ്യേണ്ടി വരുമ്പോഴാണ്, വർക്ക് ചെയ്ത് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ആ ക്ലാസ് റൂമിൽ ടീച്ചർ എന്ന് പറയുന്ന റോൾ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് പക്ഷെ എല്ലാ കുട്ടികൾക്കും മെറ്റാ കോഗ്നിറ്റീവ് ആവാൻ കഴിയില്ല. അത് യാഥാർത്ഥ്യവുമാണ്. പക്ഷെ ആ ക്ലാസ് റൂമിൽ മെറ്റാ കോഗ്നിറ്റീവ് ഉള്ള കുട്ടികൾ ഉണ്ടാകും. ഒരു 20% ഒക്കെ വേണമെങ്കിൽ പറയാം. ആ 20%നും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ആ ടീച്ചർ കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഒരു ക്ലാസ് റൂം കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ ഈ തിയറി എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ. ഇതിന്റെ ഈ ചിത്രത്തിലേക്ക് നോക്കണ്ട, വളരെ സിമ്പിൾ ആക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പറയാണ്. ഇനി ഈ നോളജ് ഡയമെൻഷന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുമ്പോഴേ ഒരു ആള് എങ്ങനെയാണ് നോളജിനെ ഒരു HOT-യിലേക്ക് ഹയർ ഓർഡർ തിങ്കിങ്ങിലേക്ക് മാറുന്നത് എന്നതിനെ വേറൊരു ഫീലിംഗിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാണ്.
നിങ്ങളുടെ സിലബസിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. സർഫേസ് ലെവല്, ഡീപ്പ് ലെവല്, ട്രാൻസ്ഫർ ലെവൽ. സർഫേസ് ലെവൽ എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഫാക്ച്വൽ നോളജ് ആണ് സർഫേസ് ലെവൽ. അപ്പം നിങ്ങൾ ഇതിന്റെ അടിസ്ഥാനപരമായ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഞാൻ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന സ്ലൈഡിലുള്ള കോൺസെപ്റ്റ് ആണ്. ഇത് നിങ്ങൾ ക്ലാരിറ്റി ഉണ്ടായാൽ നിങ്ങൾക്ക് അവിടുന്ന് മുമ്പോട്ട് ഞാൻ സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഇനി ഇവിടുന്ന് പറയാനുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അപ്പം ഒരു ലേണറുടെ ഒരു വിഷയത്തിൽ ഒരു കുട്ടി മാസ്റ്റർ ആവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ബേസിക് സർഫേസ് ലെവൽ, ബേസിക് ആയിട്ടുള്ള എല്ലാ നോളജുകളും ആ കുട്ടിക്കുണ്ട്. ഡീപ്പ് ലെവൽ എന്ന് പറയുന്നത് ഈ നോളജ് വെച്ച് കുട്ടി മറ്റു പരസ്പരം, ഇപ്പം മാത്സിന്റെ ഒരു നോളജ് ഉണ്ട്, ആ മാത്സിന്റെ നോളജ് ഫിസിക്സില് കോണ്ടെക്സ്റ്റില് ഫിസിക്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുട്ടി ഒരു ധാരണ രൂപപ്പെടുത്തുവാണ്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷനിലേക്ക് പോകാത്തത്. ഡീപ്പ് ലെവൽ എന്ന് പറയുന്നത് അപ്പൊ മാത്സിലെ ഒരു കോൺസെപ്റ്റ് ഫിസിക്സുമായിട്ടും മറ്റുള്ള പല കോൺസെപ്റ്റുമായിട്ടും കണക്റ്റഡ് ആണ്. ലാംഗ്വേജിലെ ഒരു കോൺസെപ്റ്റ്, ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സ്കിൽ അക്വയർ ചെയ്തൊരു കുട്ടിക്ക് സോഷ്യൽ സയൻസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററുകൾ, സബ്ജക്റ്റുകളിൽ കുറച്ചും കൂടി മാസ്റ്ററി ആവാൻ കഴിയും. അത് നേരത്തെ പഠിച്ച പാഠഭാഗങ്ങളെ മറ്റൊരു വിഷയം, മറ്റൊരു ഐഡിയ ആയിട്ട് അനാലിസ് ചെയ്യുകയാണ്. ട്രാൻസ്ഫർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഇൻഫർമേഷനെ മറ്റൊരു കോണ്ടെക്സ്റ്റിലേക്ക് ഡെവലപ്പ് ചെയ്യുകയാണ്, ഒരു ക്രിയേറ്റ് എന്നുള്ള ലെവലിൽ. അപ്പൊ നിങ്ങൾക്ക് എന്തുണ്ട്? നോളജ് ഉണ്ട്. ഈ നോളജ് നിങ്ങളുടെ പ്രാക്ടിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ നോളജിന്റെ കോൺസെപ്റ്റിനെ, എക്സ്പീരിയൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുവാണ്? മറ്റൊരു സ്പേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പുതിയത് ഉണ്ടാക്കുകയാണ്. അതിനാണ് ട്രാൻസ്ഫർ ലെവൽ എന്ന് പറയുന്നത്. സർഫേസ് ലെവൽ, ഡീപ്പ് ലെവൽ, ട്രാൻസ്ഫർ ലെവൽ. ഒരു പാലത്തിന്റെ അല്ല, ഞാൻ ഉദാഹരണം പറയുന്നില്ല. ബേസിക് സർഫേസ് പഠിക്കുന്നു, കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കുന്നു, പിന്നെയും ആഴത്തിൽ പഠിക്കുന്നു. ഈ ആഴത്തിൽ പഠിച്ച് ഒരു ട്രാൻസ്ഫർ ലെവൽ എന്ന് പറഞ്ഞാൽ ടേം ഉപയോഗിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ പഠിച്ച പാഠം, നിങ്ങൾ പഠിച്ച ആശയം മറ്റൊരു കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്ത് പുതിയൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു, പുതിയൊരു ഇന്നോവേഷൻസ് ഉണ്ടാവുന്നു, പുതിയൊരു ഫിലോസഫി ഉണ്ടാവുന്നു, പുതിയൊരു തിയറി ഉണ്ടാവുന്നു. ഇതൊക്കെ ട്രാൻസ്ഫർ ലെവലാണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് ഞാൻ കുറെ എടുത്തിട്ട് ഞങ്ങൾ മുഷിപ്പിക്കുന്നില്ല. ഞാൻ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ കൂടി എടുത്തിട്ട് ബാക്കി, കാരണം ഫുള്ള് ഇതാവുമ്പോ നിങ്ങൾക്ക് പ്രയാസം വേണ്ടെന്ന് എഴുതിയിട്ട്. ജസ്റ്റിൻ സാർ ഇവിടെ ഉണ്ടോ? ഇനി ഈ കോഗ്നിറ്റീവ് ഡൊമൈൻ്റെ ഞാൻ ഇതുവരെ പറഞ്ഞ ഭാഗങ്ങളുടെ ഒരു ഫൈനലൈസേഷൻ, ഒരു കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഫാക്ച്വൽ നോളജ്, കോൺസെപ്ച്വൽ നോളജ്, പ്രൊസീജറൽ നോളജ്, മെറ്റാ കോഗ്നിറ്റീവ് നോളജ്, സർഫേസ്, ഡീപ്പ്, ട്രാൻസ്ഫർ, അല്ലെ? ഈ 3 കോൺസെപ്റ്റ് ആണ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്. ഒരാള് ഒരു മാസ്റ്ററി എന്ന ലെവലിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലക്സിറ്റി എങ്ങനെയാണ് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരു ടീച്ചർ നിർബന്ധമായും ഒരു ബൈബിൾ എന്ന തലത്തിൽ, അല്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട എഡ്യൂക്കേഷന്റെ ഒരു വേദപുസ്തകം എന്ന രൂപത്തിൽ കൊണ്ടു നടക്കേണ്ട വളരെ ബേസിക് റൂളാണ്, ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഒരു കോൺസെപ്റ്റ് ആണ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. ബ്ലൂംസ് ടാക്സോണമി അറിഞ്ഞിട്ടില്ലെങ്കിൽ, അതിന് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ, നിങ്ങൾ ക്ലാസ് റൂമിൽ ക്ഷ വരക്കും. അപ്പോ ഒരുപക്ഷെ ഇതിലേതെങ്കിലും ടീച്ചർമാരുണ്ടാവും, ഞാൻ ഇപ്പൊ ക്ലാസ് റൂമിൽ നല്ല ടീച്ചറാണ്, ഇനി പിന്നെ ഞാൻ ക്ഷ വരക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. അത് ഒന്നുകിൽ നിങ്ങളുടെ സിസ്റ്റം നിങ്ങൾ അതിലേക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. കാരണം ഇത് ബേസിക് സാധനമാണ്. നിങ്ങളൊരു ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, നിങ്ങളൊരു ക്ലാസ് റൂമിന്റെ ഉദാഹരണങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, എല്ലാം ഈ ബ്ലൂംസ് ടാക്സോണമിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ബ്ലൂമിന്റെ റിവൈസ്ഡ് വേർഷൻ ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ബ്ലൂം എന്ന് പറയുന്ന ബെഞ്ചമിൻ ബ്ലൂ ഐഡിയലൈസ് ചെയ്തൊരു സാധനമുണ്ട്. അദ്ദേഹത്തിന്റെ ഫിലോസഫി ഉൾപ്പെടുത്തിയിട്ട് അതിനുശേഷം വന്ന ബെഞ്ചമിൻ ബ്ലൂമിന്റെ
തിയറി ഉൾപ്പെടുത്തി ഒരു റിവൈസ് ചെയ്യപ്പെട്ട വേർഷനാണ് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത്. പക്ഷെ ബ്ലൂംസ് ടാക്സോണമി എന്ന രൂപത്തിൽ തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഒന്ന് റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനാലിസ്, ഇവാലുവേറ്റ് ആൻഡ് ക്രിയേറ്റ്. ഇതാണ് ഒരു കുട്ടിയുടെ ഒരു കോൺസെപ്റ്റിന്റെ ജേണി എന്ന് പറയുന്നത്. ഈ ജേണിയിലേക്ക് ഒരു കുട്ടിനെ സ്റ്റെപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ടീച്ചറുടെ റോള് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് നേരത്തെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ലല്ലോ. അനീഷ്, കൂടുതൽ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? സെക്കൻഡ് സെമിസ്റ്ററിൽ പഠിച്ചിട്ടില്ലേ? പഠിച്ചതാണ്. ഓക്കെ, ഞാൻ വളരെ റഫായിട്ട് പറയാം. നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ചോദിച്ചാൽ മതി. നിങ്ങൾ ഒരു കോൺസെപ്റ്റ് ക്ലാസ് റൂമിൽ ഏത് ആശയത്തിനും ഈ പറയുന്ന എല്ലാ സ്റ്റേജും ഉണ്ട്. ക്ലാസ് റൂമിൽ നടത്തുന്ന ഒരു ലേണിംഗ് ഔട്ട്കം, ഈ ലേണിംഗ് ഔട്ട്കം കണ്ടിട്ടുണ്ടല്ലോ അല്ലെ എല്ലാവരും? ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ്. നാഷണൽ എഡ്യൂക്കേഷൻ NCERT എല്ലാ കരിക്കുലം ഇറക്കുമ്പോഴും പുസ്തകം ഇറക്കുമ്പോഴും ലേണിംഗ് ഔട്ട്കം കൂടി ഇറക്കും. എന്താണ് ലേണിംഗ് ഔട്ട്കമിന്റെ പർപ്പസ്? നിങ്ങൾ ക്ലാസ് റൂമിൽ പോയിട്ട് അതും ഇതും പറയേണ്ടതില്ല. ക്ലാസ് റൂമിൽ നിന്നും ആ കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതിലേതെങ്കിലും ഒരു ഈ പറയുന്ന ലിസ്റ്റ് ചെയ്യപ്പെട്ട ഔട്ട്കംസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അതായിരുന്നു നേരത്തെ. പക്ഷെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പം ലേണിംഗ് ഔട്ട്കമിനേക്കാളും ഫോക്കസ് ചെയ്തത് കോമ്പിറ്റൻസി എന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാലും ലേണിംഗ് ഔട്ട്കം നമ്മളെ സഹായിക്കും. അപ്പൊ ചെയ്യുക എന്നതാണ് അച്ചീവ് ചെയ്യിപ്പിക്കുക എന്നതാണ് ഒരു ടീച്ചറുടെ പ്രധാനപ്പെട്ട ടാസ്ക്. പക്ഷേ ലേണിംഗ് ഔട്ട്കം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? എല്ലാ സാധനങ്ങളും ആ ക്ലാസ് റൂം 3-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എല്ലാ കോൺസെപ്റ്റും 3-ാം ക്ലാസ്സിൽ തന്നെ ആ കുട്ടി ക്രിയേഷൻ ലെവലിലേക്ക് എത്തണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലായല്ലോ? 3-ാം ക്ലാസ്സിൽ കുട്ടി ഔട്ട്കം ഡിഫൈൻ ചെയ്യാറില്ല. അപ്പൊ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് ഈ പറയുന്ന കുട്ടികളുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് ലേണിംഗ് ഔട്ട്കം ഡെവലപ്പ് ചെയ്യാറുള്ളത്. ആ ലേണിംഗ് ഔട്ട്കം നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ എന്തിനാ ലേണിംഗ് ഔട്ട്കം ഉദാഹരണമായിട്ട് പറഞ്ഞത്? ആ ലേണിംഗ് ഔട്ട്കം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ ആക്ഷൻ വെർബ് ഡിഫൈൻ, ക്ലാസിഫൈ അല്ലെങ്കിൽ അനാലിസ്, ഇത്തരം ആക്ഷൻ വെർബുകളെല്ലാം ഈ പറയുന്ന ബ്ലൂംസ് ടാക്സ് ഡിറൈവ് എന്നതാണ്. ജസ്റ്റ് വെയിറ്റ്, എന്റെ കമ്പ്യൂട്ടറിന്റെ ചാർജർ കഴിച്ചു. സ്റ്റേജ് ആണ്. ഒരു കുട്ടി ആദ്യമായിട്ട് ഇന്ത്യ എന്താണ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് പഠിക്കുന്ന സ്ഥലമാണ് റിമെമ്പറിംഗ്. ആ ഡെഫിനിഷൻ ആവാം, മീനിങ് ആവാം, ചില ടെർമിനോളജീസ് ആവാം, ചില ഹിസ്റ്റോറിക്കൽ സാധനമായിരിക്കാം. അതാണ് റിമെമ്പറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫേസ് ആണ് ഇത്. ഏത് കുട്ടിക്ക് ആ കുട്ടിക്ക് ഒന്നും മനസ്സിലാവുന്ന പോലും നമ്മളൊക്കെ പഠിച്ചിരുന്നത്, നമ്മളല്ല, ചിലപ്പോൾ നമ്മളെക്കാൾ മുമ്പുള്ള ആളുകളൊക്കെ പഠിച്ചിരുന്നത് ടീച്ചർ വാട്ട് ഈസ് വൈ ടീച്ചർ എഴുതി തരുന്നു, നമ്മൾ കാണാതെ പഠിക്കുന്നു, അതേ ചോദ്യം വരുന്നു, ഉത്തരം എഴുതുന്നു. നമ്മളുടെ ഒക്കെ ലേണിംഗ് ലെവൽ എവിടെ നടന്നിരുന്നെന്നറിയോ? ഈ റിമെമ്പറിംഗ് സ്റ്റേജിലാണ്.
നമ്മളൊന്നും നിങ്ങളെ കുറ്റപ്പെടുന്നില്ല, ഞാൻ എന്റേത് പറയാം. റിമെമ്പറിങ് സ്റ്റേജിലായി. അത് ആരുടെ പ്രശ്നമാണ്? ടീച്ചേഴ്സിന്റെ പ്രശ്നമാണ്. കാരണം എന്താ? കാര്യം കാണാതെ പഠിച്ചു എന്നുള്ളത് കൊണ്ട്, കാണാതെ പഠിക്കുക എന്നതുകൊണ്ട് മാത്രം ആ കുട്ടി പഠിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ നിന്ന് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലേക്ക് പോകുന്നു. ഞാൻ പഠിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് മനസ്സിലാക്കുന്ന ലെവലിൽ, അതാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. ഞാൻ കാണാതെ പഠിക്കുക മാത്രമല്ല ചെയ്തത്, അത് എന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെയാണ് അത് സാധ്യമാകുന്നത് എന്ന് മനസ്സിലാകുന്നത് കൂടിയാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. ആ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലും കഴിഞ്ഞ് ഞാൻ അതൊരു കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യുവാണ്. നമ്മൾ ഗുണന പട്ടിക പഠിക്കുന്നത്, ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുന്നത് റിമെമ്പറിംഗ് ലെവലാണ് ഇല്ലേ? 3ാം ക്ലാസ്സിലെ കുട്ടിക്ക് 6 × 6 36 എന്ന് പറയുന്നത് ആ കുട്ടി അങ്ങനെ പഠിച്ചതുകൊണ്ടാണ്. ആ 6 × 6 36 എന്ന് പറയുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്തല്ല, അതിന്റെ ഒരു ആശയം പോലും ഫീൽ ചെയ്തിട്ടില്ല. പാട്ട് പാടുന്ന പോലെ ആ കുട്ടി പഠിച്ചു. രണ്ടാമത്തതാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. അപ്പൊ 6 × 6 36 എന്ന് പറയുന്നത് എന്താണ്? കേവലം ചുമ്മാ അതൊരു പാട്ടല്ല. അത് 6 ആപ്പിളും 6 അങ്ങനെ 6 ആപ്പിളിന്റെ പല സെറ്റുകളും വെച്ച് കഴിഞ്ഞാൽ അത് 36 ആയിരിക്കും എന്നത് നമ്മള് കുട്ടി മനസ്സിലാക്കുന്ന ലെവലാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനെ ആ കുട്ടിയുടെ ജീവിതാനുഭവങ്ങളിലേക്ക് അപ്ലൈ ചെയ്ത് ഉത്തരം കണ്ടെത്തുമ്പോഴാണ് ലേണിംഗിന്റെ 3ാമത്തെ സ്റ്റേജിലേക്ക് എത്തുന്നത്. മനസ്സിലായോ? അപ്പം ചിലപ്പോ ഒരു ടാബ്, ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ടാബിള് കൊടുത്തിട്ട് കുട്ടി കാണാതെ പഠിച്ചു, അണ്ടർസ്റ്റാൻഡ് ചെയ്തു, കുട്ടിക്കിനോട് ഒരു വർക്ക് കൊടുത്തു, കുട്ടി ഉത്തരം എഴുതുന്നു, അപ്ലൈ ലെവൽ. ഇനി അനാലിസിസ്. ഇതിന് ഒരു കമ്പാരിസൺ, ഈ പറയുന്ന പഠിച്ച കോൺസെപ്റ്റിനെ മറ്റൊരു കോണ്ടെക്സ്റ്റില് മറ്റൊരു ഇഷ്യൂ ആയിട്ട് അനാലിസ് ചെയ്തിട്ട് ഉത്തരമെത്തിക്കുന്നു. ഉദാഹരണം ഡാറ്റ പ്രൊപ്പോർഷൻ ഒക്കെ പറയുന്ന പോലെ 60 ആളുകളിൽ 36 ആളുകൾക്ക് ഒരഭിപ്രായമാണ്. ഇതെന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ ഞാൻ പഠിച്ച ചില കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു കോണ്ടെക്സ്റ്റ് എടുക്കുകയും ആ കോണ്ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് കമ്പാരിസണോ അല്ലെങ്കിൽ മറ്റൊരു ഇവാലുവേഷൻ, മറ്റൊരു പ്രോസസ്സിലെ ഭാഗമായിട്ട് അതിനെ എങ്ങനെയാ പറയുക, അനാലിസിനെ എങ്ങനെയാ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയാം, ഒരു താരതമ്യം നടത്തി ഒരു റീസണിങ്ങിന്റെ പ്രോസസ്സിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞ് ഈ പറയുന്ന അനാലിസും കഴിഞ്ഞ് ഒരു ജഡ്ജ്മെന്റിൽ പറയാൻ, ഇപ്പോൾ ഞാൻ പഠിച്ച കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു അഭിപ്രായം പറയാൻ, ഒരു വിഷയത്തിൽ എന്റെ ധാരണ പറയാൻ, അതാണ് ഇവാലുവേഷൻ. ഒരു ജഡ്ജ്മെന്റൽ പ്രോസസ്സ് പറയാൻ എന്നെ പ്രാപ്തനാക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ടോപ്പ് പൊസിഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺസെപ്റ്റ് വെച്ച് ഞാൻ മറ്റൊരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ബിടെക്കില് കുറെ സാധനങ്ങൾ പഠിച്ചു, എൻ്റെ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തു. ഞാൻ ആ ഐഡിയ, ഇപ്പം നിങ്ങള് എഞ്ചിനീയർ ഫീൽഡിലുള്ള ആളുകൾക്കൊക്കെ ഈ സാധനം ശരിക്കും മനസ്സിലാവും. അവിടെ ഒരു ടെസ്റ്റർ ഉണ്ടാവും, ആ ടെസ്റ്റർ കഴിഞ്ഞിട്ട് ഇതിന് ഒരു ഇവാലുവേറ്റർ ഉണ്ടാവും, ഇത് കറക്റ്റ് ആണോ അല്ലേ എന്ന് നോക്കാൻ. ഇതിന്റെ ആശയങ്ങൾ വെച്ചിട്ട് ഞാനൊരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യുന്നു, ക്രിയേറ്റ്. ഞാനൊരു ക്രിയേറ്റർ ആവുമ്പോഴാണ് എന്റെ ലേണിങ്ങിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ ആവുക എന്ന് പറയുന്നത്. അപ്പൊ ക്രിയേറ്റ് എ പാറ്റേൺ. അപ്പൊ ഇത് ചിലപ്പോ ഏജ് അപ്രോപ്രിയേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഒരു കുട്ടിക്ക് കുറെ പാറ്റേൺസ് കൊടുത്തു, എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു ക്രിയേറ്റ് എ പാറ്റേൺ എന്ന് പറഞ്ഞാൽ അവിടെ കുട്ടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടി ഏതൊക്കെ പ്രോസസ്സ് പോയിട്ടുണ്ടാകും, പാറ്റേണിന്റെ പ്രോസസ്സുകളിൽ ആ പാറ്റേൺ എങ്ങനെയാണ് മറ്റു കോണ്ടെക്സ്റ്റിൽ വർക്ക് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് അതൊക്കെ അനാലിസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് ഒരു കുട്ടി ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയുടെ ലേണിംഗ് ടോപ്പ് എൻഡിലെത്തി എന്ന് പറയാം. ഒരു എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന സമയത്ത് അവിടെ എത്ര ഉണ്ടാവും? റിമെമ്പറിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങും അപ്ലൈയിങ്ങും. ഇതാണ് ബേസിക്സ് ആണ്. റിമെമ്പർ, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈ.
അനാലിസ് ഇവാലുവേറ്റ് അതിന്റെ തൊട്ട് മുകളിലുള്ള ഏറ്റവും സ്ട്രോങ് ആണ് ക്രിയേറ്റ്. അപ്പോ അപ്ലൈ ലെവൽ വരെ ഏകദേശം എല്ലാ കുട്ടികൾക്കും ആക്സസ് ആവാൻ കഴിയുന്ന എല്ലാവർക്കും പാസ് മാർക്ക് ഉണ്ടാവും. അവിടുന്ന് ആവറേജ് ലെവലാണ് അനാലിസ് ഇവാലുവേറ്റ്. ഏത് ടോപ്പ് പെർഫോമർ ആണ് ക്രിയേറ്റ്. ഒരു കുട്ടിക്ക് 100-ൽ 100 മാർക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ആ കുട്ടി ഏറ്റവും ടോപ്പ് ക്രിയേറ്റ് ലെവൽ ആൻസർ കൂടി ചോദ്യങ്ങൾ കൂടി ഉത്തരം പറയാൻ കഴിവുള്ള കുട്ടിയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിന് എക്സാമിനേഷൻ ഏതൊക്കെ ടെർമിനോളജീസ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഗൂഗിളിൽ തന്നെ നോക്കിയാൽ കിട്ടും. ഇപ്പൊ ഡെമോൺസ്ട്രേറ്റ്, ഡിസൈൻ. അപ്പൊ ഇതൊക്കെ ഈ ക്രിയേറ്റ് ഈ ചോദ്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണത് ഇതൊരു HOT ലെവൽ, ഹയർ ഓർഡർ തിങ്കിങ് ലെവലുള്ള കുട്ടിക്കുള്ള ചോദ്യമാണ്. ഇതാണ് കോഗ്നിറ്റീവ് പ്രോസസ്. ഇതിൽ എന്തെങ്കിലും കൺസേൺ ഉണ്ടോ, സംശയങ്ങളുണ്ടോ? ഓക്കെ, സമയം 9:10. നമുക്ക് അടുത്ത ഒരു ഡൊമൈനിലേക്ക് പോകണം. ഇപ്പൊ നമ്മൾ ലേണിംഗിന്റെ നോളജിന്റെ എല്ലാ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തിയറീസ് ഓഫ് നോളജ് ആണ്. എന്താണ് തിയറീസ് ഓഫ് നോളജ്? എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാല് സോഴ്സ് ഓഫ് നോളജ്. നമ്മൾ എങ്ങനെയാണ് നോളജിനെ പഠിക്കുന്നത്, അതിന്റെ സോഴ്സ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നതാണ് ഈ തിയറീസ് ഓഫ് നോളജിന്റെ ബേസിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതില് ഓക്കെ, സോ ഇതില് ഈ ഇന്ത്യൻ തിയറിയും വെസ്റ്റേൺ തിയറിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്ന് പറയുന്നത്, ഇന്ത്യൻ തിയറികൾ എപ്പോഴും എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. ഓക്കെ, എന്നാൽ വെസ്റ്റേൺ തിയറീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലോജിക് ആൻഡ് റീസണിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണുള്ളത്. മനസ്സിലായി ഞാൻ പറയുന്നത്? ഇന്ത്യൻ തിയറികൾ എപ്പോഴും ബേസിക് ഇന്ത്യൻ തിയറികൾ എപ്പോഴും എക്സ്പീരിയൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും വെസ്റ്റേൺ തിയറികൾ കുറച്ച് ലോജിക്കൽ ലേണിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുമാണ് ഉള്ളത് എന്നതാണ് ആ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതില് പ്രത്യക്ഷ എന്നതാണ് പ്രത്യക്ഷ പ്രമാണാസ് എന്നാണ് കേട്ടോ. പ്രമാണ എന്ന് പറഞ്ഞാല് നമ്മുടെ സോഴ്സ് ഓഫ് നോളജിന്റെ ഒരു ഇന്ത്യൻ വേർഷൻ ആണ്, സംസ്കൃതമായിരിക്കും. പ്രത്യക്ഷ എന്ന് പറയുന്നത് നമ്മളുടെ സെൻസറി കോണ്ടാക്റ്റിലൂടെ അനുഭവിക്കുന്ന ലേണിങ്ങിനെയാണ്. അതാണ് സോഴ്സ് ഓഫ് നോളജിന്റെ ഒരു സോഴ്സ് ആയിട്ട് കാണുന്നത്. നമ്മുടെ സെൻസറി ഓർഗൻസിലൂടെ നമ്മൾ കാണുന്നത്. ഉദാഹരണത്തിന് ഒരാൾ സിഗരറ്റ് വലിക്കുന്നു. സിഗരറ്റ് വലിക്കുന്നത് ഞാൻ കാണുവാണ്. ആ കാണുന്ന സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്ന എന്റെ സോഴ്സ് ആണ്. ഒരു പ്രത്യക്ഷത്തിൽ തന്നെ കാണുന്നു. രണ്ട്, അനുമാന പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗരറ്റ് വലിക്കുന്നിടത്ത് തീയുണ്ടാവും, സിഗരറ്റ് വലിക്കുന്നിടത്ത് സ്മെല്ലുണ്ടാവും. ഞാൻ നേരത്തെ ഉള്ള എവിടുന്നോ ഉള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസിനെ, എൻ്റെ ഒരു ഒബ്സർവേഷനെ നിലവിലുള്ള ഒരു കോണ്ടെക്സ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് ഞാൻ അനുമാനിക്കുകയാണ്. മനസ്സിലായോ? ഇന്ന് നല്ല കാർമേഘമുണ്ട്, നല്ല മഴ പെയ്യും. അത് നമ്മൾ എവിടുന്നാണ് കിട്ടിയത്? മുമ്പ് ഇതേപോലെ കാർമേഘങ്ങളുള്ള സമയത്തൊക്കെ മഴ പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നല്ല കാർമേഘമുണ്ട്, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇതാണ് അനുമാനം. ഉപമാനം ഈ പറയുന്ന ഇതിന്റെ ഒരു ചില സംസ്കൃത വേർഡുകൾ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അത്
വായിച്ച് പഠിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ചില സാധ്യതകളെ നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഉപമാന എന്ന് പറഞ്ഞാൽ ചില സാധ്യതകൾ. ഉദാഹരണത്തിന് നേരത്തെ ഒരു നോൺ ടു അൺനോൺ അതുണ്ടാവും, ഇതുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനിപ്പോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു ഉദാഹരണം എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഞാൻ വീഡിയോ കാണിക്കാം. ഈ ഉപമാന എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മളുടെ കോൺസെപ്റ്റില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ആശയത്തെ രൂപപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിനുണ്ടോ ഇദ്ദേഹത്തിനുണ്ടാവും. നമ്മൾ അങ്ങനെ പറയാറില്ലേ ചില മനുഷ്യന്മാരെ കുറിച്ചിട്ട്. അല്ലെങ്കിൽ ചില സീബ്രയെ നമ്മൾ പറയാറുണ്ട്. അത് കുതിരവർഗത്തിൽപ്പെട്ട ഒരു സ്പീഷീസ് ആണ്. കാരണം കുതിരയുടെ ഭാഗമായിട്ടുള്ള കുറെ ഇഷ്യൂസ് ഇതിനുണ്ട്. അതുകൊണ്ട് അത് കുതിര തന്നെയാണ് എന്ന തരത്തിലൊക്കെ നമ്മൾ എത്തിക്കുന്ന ചില അനുമാനങ്ങളുണ്ട്. നമ്മളുടെ വീഡിയോ വിചാരിച്ചത് കാണുന്നില്ല. ആ അനുമാനങ്ങള് നമ്മളുടെ ചില ഉദാഹരണങ്ങളാണ് ഈ ഉപമാനം എന്ന് പറയുന്നത്. നമ്മൾ ഒരു കോണ്ടെക്സ്റ്റിൽ കണ്ടു, ആ കോണ്ടെക്സ്റ്റിനെ മറ്റൊരു കോണ്ടെക്സ്റ്റിലേക്ക് താരതമ്യപ്പെടുത്തിയിട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഉപമാനം എന്ന് പറയുന്നത്. ശബ്ദ എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ടെക്സ്റ്റ് ബുക്കിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്, ഈ ഗുരുവിന്റെ കയ്യിൽ ഗുരു പറയുന്നതിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നത്, ടെക്സ്റ്റ് ബുക്കിലൂടെ വായിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റോറി ബുക്കിലൂടെ നമ്മൾ വായിച്ച് പഠിക്കുന്നത്, ഇതെല്ലാം ശബ്ദമാണ്. ഇതിപ്പോ എന്താ പറഞ്ഞാൽ വെച്ചാൽ സോഴ്സ് ഓഫ് നോളജ് ആണ്. എങ്ങനെയാണ് ഇന്ത്യൻ തിയറി അടിസ്ഥാനത്തിൽ പഠനം നടക്കുന്നത് എന്നതാണ് ഇതിന്റെ ആകെത്തുക. അതിൽ ചില ടെർമിനോളജി മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പ്രത്യക്ഷ, നമ്മുടെ ഡയറക്റ്റ് പെർസെപ്ഷൻ, ഡയറക്റ്റ് അനുഭവങ്ങളിലൂടെ, സെൻസറി ഓർഗൻസിലൂടെ നമ്മൾ കാണുന്നതാണ്. രണ്ട്, അനുമാന, ഇൻഫറൻസ് എന്ന് വെച്ചാൽ ലോജിക്കലി നമ്മൾ നല്ല കറുത്ത മേഘമുണ്ട്, അതുകൊണ്ട് ഇപ്പൊ നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ ഉപമാന, ഇപ്പൊ ഉദാഹരണത്തിന് കുതിരയുടെ സ്ട്രൈപ്സ് നോക്കിയിട്ട് അല്ലെങ്കിൽ സീബ്രയുടെ സ്ട്രൈപ്സ് നോക്കിയിട്ട് കുതിരനെ കമ്പയർ ചെയ്യുക. അങ്ങനെ നിലവിലുള്ള ഒരു കോൺസെപ്റ്റിനെ ഒരു ധാരണ വെച്ച്, നോൺ ഐഡിയ വെച്ചിട്ട് അൺനോണിനെ കമ്പാരിസണിലേക്ക് കൊണ്ടുപോയി നമ്മൾ അറിവ് നേടുക. 3, ശബ്ദ, ഗുരുവിന്റെ അടുത്ത് നിന്ന്, ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന്, വേദങ്ങളിൽ നിന്നൊക്കെ അറിവ് നേടുന്നതിനെയാണ് ശബ്ദം എന്ന് പറയുന്നത്. ഇതാണ് 4 തിയറികൾ, 4 ഇന്ത്യൻ എപ്പിസ്റ്റമോളജീസ് പ്രമാണസ് എന്ന് പറയുന്നത്. പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ. ചെയ്ത് മാത്രമേ തുടർന്നുള്ള സെഷനുകളിലേക്കൊക്കെ പോകാൻ കഴിയുള്ളൂ. ഇപ്പോ ഞാൻ ഇന്ത്യൻ തിയറിയോട് കൂടി അവസാനിപ്പിക്കുകയാണ്. സോഴ്സ് ഓഫ് നോളജ്, പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ. ഓക്കെ, സോ അടുത്ത സെഷൻ നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ പോകാം. ഞാൻ പരമാവധി സ്പീഡ് ആക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരുപാട് നിങ്ങൾക്ക് ഓവർലോഡ് ഫീൽ ചെയ്യുമോ എന്നുള്ളത്. ഈ ഫസ്റ്റ് യൂണിറ്റിൽ മാത്രമാണ് ഇത്തരം ചില ടെർമിനോളജീസ് ഉള്ളത്. പിന്നെ കുറച്ചും കൂടി നമുക്ക് പ്രാക്ടിക്കലി ഓറിയന്റ് ചെയ്യപ്പെടുന്ന സാധനങ്ങളാണ്. ഇതിൽ ടെർമിനോളജി എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പം വെസ്റ്റേൺ തിയറീസിലുള്ള റാഷണലിസം, എംപിരിസിസം, കൺസ്ട്രക്റ്റിവിസം, ഈ കൺസ്ട്രക്റ്റിവിസം ഒക്കെ നിങ്ങൾ സെക്കൻഡ് ടേമിൽ പഠിച്ച സാധനമാണ്. പിയാഷയുടെയും വൈഗോട്സ്കിയുടെ ഒക്കെ കോൺസെപ്റ്റ്. ഈ എംപിരിസിസം നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാകുന്നതാണ്. അപ്പം ഇത് നമുക്ക് കുറച്ചുകൂടി അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സംസാരിക്കായിരിക്കും നന്നാവുക തോന്നുന്നു. ഞാനിപ്പോ ഇതുവരെ എടുത്ത കോൺസെപ്റ്റിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ ക്ലാരിറ്റി ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ എന്നോട് കഴിയുന്നത് ഞാൻ പറയുകയും ചെയ്യാം. ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ, എന്നാൽ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഈ
ഇന്ത്യൻ തിയറിയാണ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഭാഗം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലൂടെ ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് വായിച്ചിട്ട് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അടുത്ത സെഷനിൽ നിങ്ങൾക്ക് ഒന്നുകിൽ നേരിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത സെഷന്റെ ഇടയിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തുകയും ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കും. കാരണം ഞാൻ വെസ്റ്റേൺ തിയറി പറഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് സമയം എടുക്കും എന്നുള്ളത് കൊണ്ടാണ്. കാരണം കൺസ്ട്രക്റ്റിവിസം, എംപിരിസിസം, റാഷണലിസം വളരെ പ്രധാനപ്പെട്ട ഫിലോസഫികളാണ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ വെസ്റ്റേൺ തിയറിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ തിയറി കുറച്ചുകൂടി എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് രൂപപ്പെടുത്തുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാം, നമുക്ക് വളരെ വിസിബിൾ ആയിട്ടുള്ള, നമുക്ക് കുറെ പരിചയമുള്ള ധാരണകളിൽ നിന്നാണ്. അതേസമയം അനുമാന ഉപമാനം ഒക്കെ ലോജിക്കൽ റീസണിങ് വരുന്നുണ്ടെങ്കിൽ പോലും അതൊരു ഐസൊലേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ വെസ്റ്റേൺ തിയറിയിൽ എത്തുമ്പോൾ അതിന് കുറച്ചും കൂടിയും ഒരു ലോജിക്കൽ ഫ്രീഡം ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ് റൂമിൽ ക്ലാസ് ഹൗ വാസ് യുവർ ഫീലിംഗ് എന്നുള്ളത് പറയുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. യു ഡോണ്ട് നീഡ് ടു സേ ടു മീ. ഞാൻ അടുത്ത സെഷനിൽ അത് ആ ഏരിയ കൂടി എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമെന്നോ, അതിന്റെ പെഡഗോയിക്കലി കമ്മ്യൂണിക്കേറ്റ് ട്രാൻസാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ജസീൽ സാറോട് സംസാരിക്കാം. സ്വാഭാവികമായിട്ടും ഫീഡ്ബാക്ക് അടിസ്ഥാനത്തിൽ ഐ കൻ rephrase my structure. Okay. So thank you. Good night. Good night. Thank you, sir. Good night. Thank you, sir. Thank you, sir.